മണ്ടത്തരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഹബീബ് മണ്ണിലേക്ക് കിടന്നപ്പം മണ്ണുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ. പിന്നെ ആ ഹബീബ് ഉദരത്ത് കടന്നപ്പോ ഹബീബിന്റെ ചോരയും അവിടുത്തെ മാംസവും എല്ലുകളും രൂപപ്പെട്ടത് ആമിന ബിൻത് വഹബ് റളിയല്ലാഹു അൻഹയുടെ ഉദരത്തിലാ. എന്നിട്ട് പറയാ, ഉളുപ്പില്ലാതെ പറയാ, ആ ഗർഭത്തിന്റെ ഉടമയായ ആമിന ബീവി നരകത്തിലാണ് എന്ന്. ആലോചിക്കുന്നുണ്ടോ? ഇതാണ് ബിദ്അത്തിന്റെ വിഷയം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇത് ഗൗരവമാണ്. നമ്മുടെ അഖീദയാണ് ഈ കളഞ്ഞു കുളിക്കുന്നത്. ഇങ്ങനെ മണ്ണിന് ശക്തതയുണ്ടെങ്കിൽ ആമിന ബിൻത് വഹബ് റളിയല്ലാഹു അൻഹയുടെ പുണ്യനബി തങ്ങളുടെ നുത്ഫത്ത് ക്യാരി ചെയ്തു കൊണ്ടുവന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, ആ മഹാനവറുകൾക്ക് സ്ഥാനമുണ്ടാവണ്ടയോ? ഇത് ഏത് കുട്ടിക്ക് മനസ്സിലാവാൻ പ്രയാസമുണ്ട്? ആർക്കാ ഇത് മനസ്സിലാക്കാൻ പ്രയാസം? എന്നിട്ട് ലീഫ്ലെറ്റ് അടിച്ചുവിടും, ഇന്ന അബീ വ അബാക ഫിന്നാർ അസ്തഗ്ഫിറുല്ലാഹ്. നബി തങ്ങളുടെ ഉമ്മാനെ വാപ്പനെ നരകത്ത് പറഞ്ഞേക്കല ചില ആൾക്കാരുടെ ജോലി. അത് നരകത്ത് പറഞ്ഞിങ്ങനെ നടക്കുക. അതാണ് വലിയ വിവരം. റബീഉൽ അവ്വൽ കിട്ടുമ്പോ ഈ വിവരം ഹബീബിനെ വേദനിപ്പിക്കുമോ ഇല്ലയോ? ഈ ഒരു വാക്ക് പറഞ്ഞാൽ ഹബീബ് സന്തോഷിക്കുമോ ഇല്ലയോ? അങ്ങനെ വന്നാൽ ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ ഒരു അപകടം. ഞാൻ ആരെയും കുറ്റം പറയാനോ, നാളെ ഏതെങ്കിലും മറ്റു ബിദ്അത്തിന്റെ സംഘടനക്കാർ നാളെ ക്ലിപ്പേറ്റ് വരും. അതിന് മുമ്പ് ഞാൻ പറഞ്ഞ മുഴുവൻ കേൾക്കണം. ക്ലിപ്പ് വീരന്മാരുണ്ടാവും, കട്ട് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകുന്നവർ. പറഞ്ഞ് മുഴുവൻ കേൾക്കണം. അത് കേൾക്കാതെ നിങ്ങൾ ഉണ്ടാക്കുക. ദുരുദ്ദേശപരമായിട്ട് ചെയ്യരുത്. ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഇത് ദീനാണ്. അവർ ക്ലിപ്പുണ്ടാക്കി ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള പരിപാടിയാക്കാരോ, ഉദവി ഇങ്ങനെ പറഞ്ഞു നാളെ വരും. ഇപ്പോൾ ഓരോരുത്തർ കൊടുത്തത് ഉണ്ടാക്കുന്നുണ്ടാവും. ഓൺലൈനിൽ ഇരുന്നിട്ടേ ക്ലിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നാളെ ചിലവാക്കാൻ എന്തിന്? ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ലേബിളിൽ പൈസ ഉണ്ടാക്കുക. യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പച്ച നുണ പറയാ. ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, നബിതങ്ങളോ സ്വഹാബികളോ മൗലിദ് ആഘോഷങ്ങൾ ചെയ്തില്ലായിരുന്നു എന്ന് വെച്ചാൽ പോലും അത് ബിദ്അത്ത് സയ്യിഅത്തായി മാറൂല എന്ന് പറഞ്ഞെടുത്ത് അവർ ചെയ്തില്ല എന്നത് ശരി തന്നെയാണ്. അവിടെ മുറിച്ചു. എന്റെ സെന്റൻസ് പൂർത്തിയായിട്ടില്ല. അവരിങ്ങനെ നമ്മൾ ചെയ്യുന്ന പോലെ ആഘോഷിച്ചില്ല എന്ന് ശരി തന്നെ എന്ന് വിചാരിച്ച് പിൽക്കാലത്തുണ്ടായ ഒരു നല്ല കാര്യം അത് തെറ്റാണ് എന്ന് പറയാൻ പാടില്ല എന്നാ പറഞ്ഞു കൊണ്ടുവരുന്നത്. അത് പറയാൻ വിടൂല. അപ്പോഴും കട്ട് ചെയ്യാം. ഓന്റെ സ്വാതന്ത്ര്യമാണ്. ഞാനതൊക്കെ തിരുത്തി കൊടുത്തു. അപ്പൊ അതിലും വലിയ ചീത്തവിളി ബാക്കിൽ. പിന്നെ ഞാൻ വിട്ടു. തിരുത്തി കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ അഖീദയെ വെച്ച് കളിക്കരുത്. നമ്മൾ എന്ത് കുരുത്തക്കേട് കളിച്ചാലും അള്ളാഹു ഒരുപക്ഷെ തൗബ സ്വീകരിക്കും. അഖീദയിൽ മാറ്റം വന്നാൽ സംഗതി കൈവിട്ടുപോകും. ഹബീബ് ആരാണ്? പുണ്യനിബിതങ്ങൾ ആരാണ്? ഇത് മനസ്സിലാക്കി നമ്മൾ. ആരാ പുണ്യനിബിതങ്ങൾ? നിബിതങ്ങളുടെ ഉമ്മയും വാപ്പയും നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന അപകടം എന്താണ്? എന്താ അപകടം? നിബിതങ്ങൾ ജനിച്ചത് കാഫിറായിട്ടാണെന്നാണോ പിന്നെ പറയേണ്ടത്? അങ്ങനെയാണോ അതിന്റെ അർത്ഥം വരിക? അല്ലേ? ഉമ്മയും വാപ്പയും കാഫിരീങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ 40ാമത്തെ വയസ്സിൽ നിബിതങ്ങൾ കുഫറിൽ നിന്ന് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇതാണോ പറഞ്ഞതിന്റെ അർത്ഥം? അതല്ലേ അർത്ഥം വരിക? പുണ്യ നബിയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത ഒരു ആരോപണമല്ലേ അതുകൊണ്ടുണ്ടാകുന്നത്? അതെന്താ അവര് മനസ്സിലാക്കാത്തത്? അപ്പൊ പിന്നെ മറ്റ് ഹദീസിന്റെ അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഹദീസിന്റെ അർത്ഥം? ഇന്ന അബീ വ അബാക ഫിന്നാർ. അബ് എന്ന പ്രയോഗം ആർക്ക് പറയുന്നതാണ്? ആരെക്കുറിച്ചൊക്കെയാണ് അറബ് ഭാഷയിൽ അബ് എന്ന് പറയുന്നത്? ആ ഹദീസിന്റെ ബലാബലം എന്താണ്? ലാ യുഹ്തജ്ജു ബിഹി ബിമഫ്ഹൂമിഹി. ആ ഹദീസിന്റെ ആശയം വെച്ച് ഒരിക്കലും ഫത്വകൾ പറയരുത് എന്ന് പറയാൻ ധൈര്യപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ, ഫഖറുദ്ദീൻ റാസി തങ്ങൾ, അല്ലാമ സുയൂത്തി തങ്ങൾ, അല്ലാമ മനാവി റഹ്മത്തുള്ളാഹി അലൈഹി, പ്രഗത്ഭരായ പണ്ഡിതൻ അല്ലാമൽ കച്ചാനി, പ്രഗത്ഭരായ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയവരും മുൻഗാമികളുമായ ഇമാം നബവി തങ്ങളടക്കം. എന്നിട്ട് ഈ ചെറുക്കന്മാർ പരിഭാഷ എടുത്തിട്ട് കൊണ്ടുവരാ, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്, എന്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തില. എവിടെ നിന്ന് കിട്ടി അബു എന്ന വാക്കിന് വാപ്പ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്ന്? എന്റെ എളാപ്പ അബൂ എന്റെ മൂച്ചാപ്പ അബൂ ത്വാലിബ്. അമ്മ നബിതങ്ങൾ യതീമാണ്. യതീമുകളെ വളർത്തുന്ന അമ്മമാര് അബു എന്ന് വിളിക്കാറുണ്ട്. ഏതുപോലെ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം അവരുടെ പിതാവിന്റെ സഹോദരനായ ആസർ എന്നവരെ അബു എന്ന് വിളിച്ച പോലെ വാലിദ് എന്ന് പറഞ്ഞ വാപ്പയാണ്. അവിടെ നോ ഡിസ്കഷൻ. അബു എന്ന് പറഞ്ഞിട്ടുണ്ടോ? എളാപ്പാക്ക് പറയും അബ്, ഖുർആനിൽ തന്നെ തെളിവുണ്ട്. മൂത്താപ്പാക്ക് പറയും, വല്ലിപ്പാക്ക് പറയും അബ്. പക്ഷെ വാലിദ് എന്ന് പറഞ്ഞാൽ അവിടെ വാപ്പയാണ്, ജനനം നൽകിയ വാപ്പയാ. സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം അടക്കമുള്ള ഹബീബിന്റെ പരമ്പര ആദം അലൈഹിസ്സലാം വരെ
സുരക്ഷിതരായിരുന്നു എന്ന് ഇൻഷാ അള്ളാഹ് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഞാനത് ഒന്ന് സമർത്ഥിക്കാൻ പോവാണ്. ഒന്നുമില്ലത് റബീഉൽ അവ്വലാണ് എനിക്ക് തോന്നി, അത് പറയാൻ നല്ലത്. നമ്മൾ കുറേ നബി തങ്ങളുടെ മനാഖിബൊക്കെ പറയും, നബി തങ്ങൾ കരുണ കാണിച്ചവരാ, അത് ഇവർക്കും അറിയാം കരുണ കാണിച്ചവരാ. പക്ഷേ മുസ്ലിമീങ്ങൾ ഇഹ്തിഫാൽ ബി മൗലിദിൻ നബി, ഹബീബിന്റെ മൗലിദ് ആഘോഷിക്കുമ്പോഴേക്കും നമ്മളൊക്കെ പഴച്ചവരാ, നമ്മളൊക്കെ നബി തങ്ങൾ ഇഷ്ടപ്പെടാത്തത് ചെയ്യാണ് എന്ന് പറയുന്നവർ, ഹബീബിന്റെ ഉമ്മയെയും ഉപ്പയെയും ഈ പറഞ്ഞ് കുഫറാരോപണം ചെയ്ത് സന്തോഷിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ വിവരം പടച്ചുവിടുന്നവർ, അറിവില്ലായ്മ കൊണ്ട് മുച്ചൂട് നടക്കുന്ന ആളുകൾ, ഇവരോട് ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. ഹബീബിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഇത് ഹബീബിന്റെ പരിശുദ്ധമായ റൗളയിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുന്ന ഒരു അമലായി നമ്മുടെ ഈ അമലിനെ അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ ഈ പരിപാടി അല്ലാഹു അങ്ങനെ മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد جاءكم من الله نور وكتاب مبين يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور بإذنه. നിങ്ങൾക്കിതാ അല്ലാഹുവിൽ നിന്ന് വന്നിരിക്കുകയാണ് നൂറും വകിതാബും മുബീൻ, പ്രകാശവും വ്യക്തമായ ഒരു കിതാബും. ആ പ്രകാശം എന്ന് പറഞ്ഞാൽ പിന്നെ ഖുർആനല്ല, കാരണം കിതാബ് എന്ന് പിന്നെ പറഞ്ഞു. വ്യക്തമായ ഒരു ഗ്രന്ഥവും ഒരു പ്രകാശവും നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. മുഫസ്സിരീങ്ങൾ അർത്ഥം പറയേണ്ടത് എന്താണ് ആ നൂർ, പ്രകാശം എന്താ? ഖുർആനെ കുറിച്ചായിരിക്കും, ഹിദായത്തിനെ കുറിച്ചായിരിക്കും. അല്ല, ഇവിടെ ഈ പറയുന്ന നൂർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബലഹീനമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റാത്ത തെളിവുകളിൽ നിന്നാണ് ഞാൻ ഇനി പറയാൻ ഉപ്പ പറഞ്ഞതൊക്കെ അതിൽപ്പെട്ടതാണ്. ഏത് ദഈഫാന്ന് പറഞ്ഞിട്ട് പിന്നാലെ കൂടാൻ പറ്റൂല. മൗസൂഖായ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ആധികാരികമായി ചർച്ച ചെയ്ത വിഷയം. പിന്നെ എല്ലാറ്റിനും മർജിയിലേക്ക് പറയുമ്പോൾ സാധാരണക്കാർക്ക് പ്രയാസം, അത് ഏത് കിതാബിൽ ഏത് ഇമാമ പറഞ്ഞതാ, അത് ഞാൻ സൗകര്യപൂർവ്വം അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ നമുക്ക് കാര്യം മനസ്സിലാക്കാം. എന്തെന്നറിയോ, നമുക്ക് വസ്വാസ് വരരുത്. നമ്മളെ വീട്ടിലെ മൗലിദ പാരായണം എപ്പോഴും കൊല്ലം മുഴുവൻ ചെയ്യണം എന്നാണ് ഞാൻ പറയാം. റബീഉൽ അവ്വൽ പ്രത്യേകിച്ചു നമ്മുടെ മക്കളത് പഠിക്കണം. ഹബീബിന്റെ മനാഖിബുകളാണ് ആ പറയുന്ന സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹീർ റബീഉൽ അവ്വൽ ഖമറ നബിയ്യുൽ ഹുദാ ഫഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു മനോഹരമാണ് ആ പറയുന്നതൊക്കെ. ഇമാം ബൈഹഖി അടക്കം, ഇമാം അബ്ദുർ റസാഖ് തങ്ങളടക്കം, ഇമാം പ്രഗത്ഭരായ ഹദീത്ത് പണ്ഡിതന്മാർ അവരുടെ മുസ്നദുകളിലും മുസന്നഫുകളിലും സ്വഹീഹുകളിലുമൊക്കെ, ഇമാം തുർമിദി അടക്കം, ഇമാം ഹാക്കിം എന്നവർ, ഇവരൊക്കെ ഉദ്ധരിച്ച സ്വഹീഹായ സനദുകളുള്ള ഹദീത്തുകളാണ് ആ മൗലിദിന്റെ കിതാബിലുള്ളത്. എന്നിട്ട് വെറുതെ ഉമ്മത്തിനെ വെറുതെ പറഞ്ഞിട്ട് ഇടങ്ങാറാക്കുക. ഖദ് ജാഅകും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു നൂർ, പ്രകാശം വന്നിരിക്കുന്നു. ആ പ്രകാശം ആരാണ്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. ഹബീബ് നൂറാണ്, അത് പ്രകാശമാണ്. വകിതാബും മുബീൻ, പരിശുദ്ധ ഖുർആൻ. ഒന്ന് ഹബീബായ റസൂലാണ്, ഒന്ന് ഖുർആനാണ്. അള്ളാഹുവിലേക്ക് വസീല വേണ്ടെന്ന് പറയുന്നവര്, അള്ളാഹുവിന് നമ്മൾക്കുമിടയിൽ എന്തിനാണ് ഒരു മീഡിയേറ്റർ എന്ന് പറയുന്നവർ, നിങ്ങൾക്ക് അള്ളാഹുവിനെ അള്ളാഹു പരിചയപ്പെടുത്തിയത് ഈ മീഡിയേറ്റർ വഴിയാണല്ലോ. അല്ലേ? ഒറ്റ കിട്ടിയതല്ലല്ലോ. ഹിറാ ഗുഹയിൽ പോയി നിങ്ങൾ ഇരുന്നതാണോ? നിങ്ങൾക്കാണോ വഹി വന്നത്? അല്ല, അള്ളാഹുവിന്റെ ഈ വഹി ഒരു വസീത മുഖാന്തിരമാണ് നിങ്ങൾക്ക് ലഭിച്ചത്. ആ വസീലയാണ്, ആ വാസിതത്താണ് ബൈനനാ വ ബൈനല്ലാഹ്. ആ വാസിതയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തവസ്സുൽ ചെയ്യാൻ പറ്റുമെന്ന് പറയും. എന്തുകൊണ്ട്? അവർ പറയും എന്താണ് തവസ്സുൽ? അമാലുകൾ കൊണ്ട് തവസ്സുൽ ചെയ്യാം. നോമ്പ്, നിസ്കാരം, ഇതൊക്കെ തവസ്സുൽ ചെയ്യാം. സ്വതക്ക, അതുകൊണ്ടൊക്കെ തവസ്സുൽ ചെയ്യാം. എന്നാൽ അഷ്ഖാസ് കൊണ്ട്, മഹാന്മാരെ കൊണ്ട് തവസ്സുൽ, അത് പ്രശ്നമാണെന്ന് പറയും. പൊന്നു ചങ്ങന്മാരെ ചോദിക്കട്ടെ, നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മം
നിങ്ങൾ നോമ്പെടുത്തു, ഖുർആൻ ഓതി, ദിക്റില്ലേ? ഈ ദിക്ർ ഇബാദത്ത് എന്ന് പറഞ്ഞത് അറബിയിൽ അറൽ എന്ന് പറയും. ഇതൊരു തപ്പി നോക്കിയാൽ കിട്ടാത്തൊരു സാധന അല്ലേ? നിങ്ങൾ എന്ന് പറയുന്ന ഈ ബോഡി, അതിനാണ് ജൗഹർ എന്ന് പറയാ. അതൊരു സാധനമാണ്. ഇറ്റ്സ് എ മാസ്, MASS, മാസ്. മറ്റേതൊരു അബ്സ്ട്രാക്റ്റ് ആണ്. അമല്, നമ്മുടെ അമലുകൾ, our deeds are abstracts and we ourselves, we are mass, we are concrete. ഈ ബിൽഡിങ്ങിന് കോൺക്രീറ്റ് സാധനം തപ്പി നോക്കിയാൽ കിട്ടുന്നത്. we are tangible. നമ്മളെന്ന് പറഞ്ഞ സാധനം തപ്പി നോക്കിയാൽ കിട്ടുന്നതാ. എളുപ്പമാണല്ലോ. നമ്മുടെ അമലെന്ന് പറഞ്ഞാൽ തപ്പി നോക്കിയാൽ കിട്ടാത്ത സാധനം അല്ലേ? ഈ തടിയില്ലാതെ ഈ അമലുകൾക്ക് അസ്തിത്വമുണ്ടോ? ഒരാളുടെ അമല് കൊണ്ട് തവസ്സുൽ ചെയ്യാം, ആളെ തടി കൊണ്ട് പറ്റൂല അല്ലേ? ഒരു മഹാനെ കൊണ്ട് തവസ്സുൽ ചെയ്യാൻ പറ്റൂല. അയാൾ ചെയ്ത അമലുകളെ കൊണ്ട് മൂപ്പര് തവസ്സുൽ ചെയ്തോട്ടെ. നിങ്ങൾ ചെയ്ത അമല് കൊണ്ട് നിങ്ങൾക്കും തവസ്സുൽ ചെയ്യാം. പക്ഷേ അഷ്ഖാസിനെ കൊണ്ട്, അബദാനുകളെ കൊണ്ട്, ഔലിയാഇനെ കൊണ്ട് തവസ്സുൽ ചെയ്യാൻ പറ്റൂല. എന്തേ പ്രശ്നം? അത് പറ്റൂല തന്നെ ഒരു തീരുമാനിച്ചു. പൊന്നു ചങ്ങാതി, അമലുകളെ കൊണ്ട് പറ്റുമെന്ന് നിനക്ക് മനസ്സിലായാൽ, അമലെന്ന് പറയുന്നത് ഒരു അറളാണ്, മിനൽ അറാദ്. ആ അമല് ചെയ്ത ഒരാളുണ്ടാകുമ്പോഴല്ലേ ആ അമലിന് പ്രസക്തിയുള്ളൂ. ആ അമല് ചെയ്ത ഒരാളാണ് മഹാൻ. ആ അമലിന് മഹത്വമുണ്ടെങ്കിൽ അത് ചെയ്ത ആൾക്ക് മഹത്വമില്ലയോ? ഈ ചെയ്ത ആളില്ലാതെ എങ്ങനെയാ ഒരു അമലുണ്ടാകുന്നത്? അങ്ങനെയാണെങ്കിൽ ജൗഹറിന് മഹത്വമില്ല, അറളിന് മഹത്വമുണ്ട്. എന്ത് ന്യായമായി പറയുന്നത്? അബ്സ്ട്രാക്റ്റ് ആയ ഒരു സാധനത്തിന് അത് ഓക്കെയാണ്, പക്ഷേ ഈ കോൺക്രീറ്റ് നമുക്ക് പറ്റൂല. നിസ്കരിച്ച തടി നമുക്ക് വേണ്ട, ആ നിസ്കാരം അവിടെ ഓക്കെയാണ്. അതാണോ ഈ പറയുന്ന അർത്ഥം? മഹാന്മാരെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്ന എന്ത് പ്രയാസമുള്ളത്? ഇതൊക്കെ എൽമിൽ മാലൂമായ കാര്യം. നമ്മളെ നാട്ടിൽ ഇങ്ങനെ തർക്കിച്ച് കുറേ യൂട്യൂബ് ചാനൽ അതിനുള്ളത്. ഇനി കുറേ ആൾക്കാർ തലപൊക്കി വരും, തട്ടക്കെട്ടിട്ട് വരും, നാളെ മറുപടി പറയാം. അവർക്ക് ആകെ ഒന്നും പറഞ്ഞു തരൂല. എന്തെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാന്ന് പറയാൻ മാത്രം മടയിൽ ഇറങ്ങി വരും. എന്നാ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുക, ഇന്നതാ ചെയ്യേണ്ടത്, ഇന്നതാണ് ചെയ്യേണ്ടത്, ഇന്നതാണ് അമല്, ഇന്നതാണ് ഈമാൻ, ഇന്നതാണ് നമ്മുടെ അഖീദ. ഒന്നും ഉണ്ടാൻ വരില്ല. ആരെങ്കിലും പറഞ്ഞു അപ്പം ഇറങ്ങി വന്ന് ആ പറഞ്ഞത് തെറ്റാണ്, അതുപോലെ പോയും ചെയ്ത്. എന്നിട്ട് നാട്ടുകാർ മുഴുവൻ അടങ്ങി പഠിച്ച റബ്ബേത് ഏതപ്പ ശരി? ഈ മൂല്യര് പറഞ്ഞതാണോ ഈ മൂല്യര് പറഞ്ഞതാണോ? വസ്വാസായോ? പ്രയാസമല്ലേ ഇത്? ഞാൻ ആ വിഷയത്തിലേക്ക് പിന്നെ വരാം, നമ്മുടെ ഇപ്പോഴത്തെ ഭാഗമല്ല. പക്ഷെ ഞാൻ സൂചിപ്പിക്കുകയാണ്, പുണ്യനിബിധങ്ങൾ എന്ന് പറയുന്ന ഹബീബിന്റെ ജസദ് ബിജാഹിൻ നബിയ്യി വബിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ ബദനു ഷരീഫ് കൊണ്ടും ഹബീബിന്റെ ജാഹു കൊണ്ടും തവസ്സുൽ ചെയ്യണമെന്ന് പഠിപ്പിച്ചവരാ നമ്മുടെ അശ്അരിയായ പണ്ഡിതന്മാർ, ഷാഫിഈ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ. നിങ്ങൾ വേറെ ഏതെങ്കിലും മദ്ഹബ ചർച്ചയെങ്കിലും ഇവിടെ കൊണ്ടുവരണ്ട. കേരളത്തിലെ മുസ്ലിമീങ്ങൾ ബഹുഭൂരിഭാഗം ഷാഫിഈ മദ്ഹബനുസരിച്ച് ജീവിക്കുന്നവരാണ്. അവരോട് ആ മദ്ഹബിന്റെ കാര്യം പറഞ്ഞ് സംസാരിക്കാൻ വരി അല്ലേ? നിങ്ങൾ ഗൾഫിലൊന്നല്ലല്ലോ, വേറെ നാട്ടിലൊന്നും അല്ലല്ലോ. അവിടെ പിന്നെ പല ആൾക്കാരുണ്ടാവും, തമിഴ്നാട്ടുകാരുണ്ടാവും, കർണാടകക്കാരുണ്ടാവും, ഹനഫികളുണ്ടാവും, പല മദ്ഹബുകാരുണ്ടാവും. ഇവിടെ സംസാരിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിന്റെ ബഹുഭൂരിപക്ഷം അവർ അംഗീകരിക്കുന്ന മദ്ഹബ് ഷാഫിഈ മദ്ഹബാണ്. ഷാഫിഈ മദ്ഹബിൽ നിന്നുകൊണ്ടുള്ള പണ്ഡിതന്മാരുടെ വീക്ഷണത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. സമയം അനുവദിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ്. സമയം 11 മണിയായി. 1 മണിക്കൂർ കൂടെ. 10 മണിക്കല്ലേ തുടങ്ങിയത്? 9:45 അല്ലേ? അടുത്തെല്ലാം പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ്. ഞാൻ വെച്ച് മഴ ചെയ്തപ്പോൾ ആരും നിൽക്കലുണ്ടാവില്ല, ഒക്കെ പോലായിരിക്കും. അൽഹംദുലില്ലാഹ്, ഹബീബിൻ്റെ ഈ ഒരു പരിശുദ്ധമായ ആ ഒരു കുട്ടിക്കാലവും മൗലിദിലേക്ക് അത് മാത്രമേ ഞാൻ ചർച്ച ചെയ്യുള്ളൂ. നമ്മൾ അറിയേണ്ട ചില അറിവുകളുണ്ട്. നിങ്ങൾക്കറിയുന്നതായിരിക്കും, പക്ഷേ ഞാൻ ആദ്യമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ആ ചില കാര്യങ്ങളും കൂടെ നിങ്ങളോട് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. قد جاءكم من الله نور وكتاب مبين يهدي به الله من اتبع رضوانه سبل السلام. يهدي به الله. കിതാബും പറഞ്ഞു, റസൂലുള്ളാഹിയും പറഞ്ഞു. പക്ഷേ അതിന് ശേഷം പറയുന്നത് ബിഹി, അതുകൊണ്ട്. ഏതുകൊണ്ട്? 2 ഉണ്ടല്ലോ അവിടെ, പക്ഷെ ഒന്നാ പറയണത്. രണ്ടും ഒരുമിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബ് അള്ളാഹിന്റെ അടിമയാണ്, ഇത് അല്ലാഹു ജല്ല ജലാലുഹു. പക്ഷെ ഈ അബ്ദിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഞാൻ ഇലാഹാണെന്ന് അംഗീകരിക്കുന്നതോടുകൂടെ എൻ്റെ അബ്ദും റസൂലുമായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ റസൂലാണെന്ന് അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഞാൻ നിനക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നുള്ളൂ. അല്ലേ? അല്ലാഹു ഒരു ഇലാഹില്ല എന്നൊരാൾ പറഞ്ഞു, ഇസ്ലാമിലേക്ക് വരാൻ കഴിയൂല. എന്തുകൂടെ പറയണം? വ മുഹമ്മദുൻ റസൂലുള്ളാഹ്.
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുമ്പോൾ തന്നെ ഒരു അള്ളാഹ് എന്ന പേരും മെഹ്റാബിൽ ഇപ്പുറത്ത് റസൂലുള്ളാഹിനെ വെച്ചാൽ അവിടെ രണ്ടിടത്തും അള്ളാഹ് എന്ന് വെച്ചാൽ മതി. രണ്ടല്ല ഉണ്ടോ? ഹബീബായ തങ്ങളുടെ പേരോട് വെക്കുമ്പോഴേക്കും ബേജാറ്. ഇനി എന്തൊക്കെ കാണാൻ പോകുന്നുണ്ടെന്നാ. ഇങ്ങനെ ഇബ്ലീസ് നമ്മുടെ അഖീദയെ ഫസാദാക്കാൻ എന്തൊക്കെ വേഷത്തിലും എന്തൊക്കെ ലേബലിലും ഇറങ്ങുന്നുണ്ടെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. യഹ്ദീ ബിഹില്ലാഹു മൻ ഇത്തബഅ റിദ്വാനഹു സുബുലസ്സലാം. അള്ളാഹുവിൻ്റെയും ഹബീബിൻ്റെയും പരിശുദ്ധമായ വഴികളിലൂടെ കടന്നു പോകുന്നവർ, അവർക്ക് അല്ലാഹു സമാധാനത്തിൻ്റെ വഴികൾ ഇങ്ങനെ തുറന്നു കൊടുക്കും. സുബുലസ്സലാം. 4 മദ്ഹബുകൾ വന്നത് എങ്ങനെയാ? സലാമിൻ്റെ വഴികളാണത്. രക്ഷയുടെ 4 മാർഗങ്ങളാണ് നമ്മുടെ അറിവിൽ. ഇപ്പകട് വാഹിനി മദ്ഹബുണ്ട്, വേറെ ഈ മദ്ഹബുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നിലവിലുള്ള മൗസൂഖായ മുദവ്വനായ 4 മദ്ഹബുകൾ സുബുലുസ്സലാം, രക്ഷയിലേക്കുള്ള വഴികളാണ്. ഒന്ന് മറ്റൊന്നിനെ തെറ്റെന്ന് പറയില്ല, 4ഉം ശരിയാണ്. وَيُخْرِجُهُم مِّنَ الظُّلُمَاتِ إِلَى النُّورِ بِإِذْنِهِ. ദുൽമത്തുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് അല്ലാഹു വഴി നടത്തുന്നതും എൻ്റെ ഹബീബിനെയും എൻ്റെ കിതാബിനെയും അംഗീകരിക്കുന്നവർക്കാണ്. ആ പ്രകാശമാണ് ഈ റബീഉൽ അവ്വൽ 12-ന്. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എവിടെ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത്? അത് റബീഉൽ അവ്വൽ 12-നാണോ 11-നാണോ 10-നാണോ അല്ല വേറെ വല്ല മാസത്തിലാണോ? അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിത ലോകത്ത് കടന്ന ഒരുപാടുണ്ട്. പ്രബലമായ അഭിപ്രായം ഏതാ? അത് റബീഉൽ അവ്വൽ 12. പിന്നെ അവിടെ നിൽക്കുക, എന്നിട്ട് വസ്വാസം ഉണ്ടാക്കാൻ ഒരുത്തം വന്ന് വീഡിയോ ഉണ്ടാക്കും. റബീഉൽ അവ്വൽ 12-ന് അങ്ങനെയൊന്നും വലിയ ഉറപ്പൊന്നുമില്ല, ഇപ്പുറത്ത് വേറെ മാസത്ത് റമളാനിൽ ജനിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും? എന്നിട്ട് വസ്വാസാക്കുക. സുബ്ഹാനല്ലാഹ്. റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്ന ഥാനി അശ്റ മിൻ റബീഉൽ അവ്വൽ, അതിൽ യൗമുൽ ഇത്നൈൻ, അതൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. സുഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമി ഇത്നൈൻ. യൗമുൽ ഇത്നൈൻ, തിങ്കളാഴ്ച ദിവസം എന്തുകൊണ്ടാ നബിയെ സുന്നത്ത് നോമ്പ് സുന്നത്തായത്? എന്തുകൊണ്ടാ സുന്നത്ത് നോമ്പ് നിർബന്ധമായത്? നിർബന്ധമല്ല, എന്തുകൊണ്ടാ നബിയെ തിങ്കളാഴ്ച സുന്നത്ത് നോമ്പെടുക്കുന്നത്? എന്താ തിങ്കളാഴ്ചക്ക് പ്രത്യേകത? ഹബീബ് കൊടുത്ത മറുപടി സ്വഹീഹായ ഹദീസല്ലയോ? എന്താ മറുപടി? എന്താ തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് വരാൻ കാരണം? ذاك يوم ولدت فيه. വളരെ പ്രബലമായ ഹദീസാണത്. ആ നോമ്പെടുക്കാൻ കാരണമായത് ഇത് ഞാൻ ജനിച്ച ദിവസമാണ്. മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. അപ്പൊ തങ്ങൾ ജനിച്ച ദിവസത്തിന് പ്രത്യേകതയുണ്ടെന്ന് തങ്ങൾ തന്നെ പറഞ്ഞെന്നില്ലേ? ഞാൻ ജനിച്ച ദിവസമാണ്. ഇത് ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ ജന്മം പോലെയല്ല. ഏതൊരു കുഞ്ഞ് ജനിച്ചപ്പോഴാണോ ആകാശലോകത്തേക്ക് ശൈത്താന്മാർക്ക്, പിശാചുക്കൾക്ക് കട്ടുകേക്കാൻ പോകാൻ കഴിയാതെ വന്നത്, ആകാശലോകത്തുള്ള മാലാഖമാരുടെ സംസാരങ്ങൾ കട്ടുകെട്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്നാ കുന്നാ നഖ്തരിഖുസ് സമഅ, ഞങ്ങള് കട്ടുകേൾക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കട്ടുകേൾക്കാൻ കഴിയാതെ വന്നു. ആകാശലോകത്തേക്ക് പോകുന്ന ഹൈവേ ബ്ലോക്ക് ചെയ്യപ്പെട്ടു. ആകാശലോകത്ത് ജീവികളുണ്ടെന്ന് ഇപ്പോൾ സയന്റിസ്റ്റുകൾ പറയാം. ഒരു സയന്റിസ്റ്റിന് ഇച്ചിരി പ്രായം, ഒരു 80 വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിന്. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? വാട്ടർ എന്ന് തുടങ്ങുന്നൊരു പേരാണ്. അദ്ദേഹം സ്പേസ് ക്രാഫ്റ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഏലിയനെ കണ്ട ഒരു കഥ അദ്ദേഹം ഈ അടുത്ത് ഒരു ന്യൂസ് ചാനലിനോട് പറഞ്ഞു. കുട്ടികളൊക്കെ വന്നു, ഏലിയൻ, ഈ മൊലിയരെന്തോ പറയാൻ പോകുന്നുണ്ടല്ലോ, ഏലിയൻ. കുട്ടികൾക്ക് വലിയ ചർച്ചയാണ് സ്കൂളിലൊക്കെ. ഏലിയൻ, എന്താണ് ഏലിയൻസ് എന്ന് പറഞ്ഞാൽ? സംഭവമുണ്ട്, നമ്മളത് മനസ്സിലാക്കും. ഒന്നുകിൽ അത് ജിന്നുകളായിരിക്കും, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ മലക്കുകളായിരിക്കും. ഏലിയൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പരിചയമില്ലാത്തതിനെ അർത്ഥമുള്ളൂ. ഏതെങ്കിലും ഒരു നാട്ടുകാരൻ ഇവിടെ വന്ന് നമുക്ക് ഹീസ് സം വാട്ട് ഏലിയൻ, നമുക്കറിയാത്തൊരു സാധനമാണ്, അത്രയും അർത്ഥമുള്ളൂ. നമുക്കറിയാത്തത്. ഒരു സയൻറ്റിസ്റ്റ്, അദ്ദേഹം ഒരു 10 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ വളരെ നല്ലൊരു സംഭാഷണം ഞാൻ ഇപ്പോൾ അടുത്ത് ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് നോട്ട് ചെയ്യാൻ മറന്നുപോയി. വാട്ടർ എന്ന അവർക്ക് അങ്ങനെയാണല്ലോ, സ്റ്റോണും വാട്ടറും മൗണ്ടൻ അങ്ങനെയൊക്കെ പേരിടും, കല്ല് മണ്ണൊക്കെ.
അപ്പോൾ അദ്ദേഹം നാസയുടെ സയൻറ്റിസ്റ്റാണ്, സ്പേസ് യാത്ര ഒരുപാട് ചെയ്ത ആളാണ്. അദ്ദേഹം ഹി എക്സ്പീരിയൻസസ് ഹിസ് എൻകൗണ്ടർ വിത്ത് ആൻ ഏലിയൻ. അയാൾ പറയാം, ഞാൻ എൻ്റെ ക്യാബിൽ ഇരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ഏലിയൻ വന്നിരുന്നത് ഞാൻ കണ്ടു. എനിക്ക് കാണുന്നുണ്ട് അയാൾ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന സഹയാത്രികനല്ല. അങ്ങനെ ഞാനും അയാളും തമ്മിൽ സംസാരമുണ്ട്. അയാൾ ഇംഗ്ലീഷിൽ തന്നെ എനിക്ക് മറുപടി തന്നു. അതും പറയുന്നുണ്ട്, എവിടെയോ സ്പേസിൽ, പ്രപഞ്ചത്തിൻ്റെ അങ്ങ് ഉള്ളിലെവിടെയോ, ഭൂമിയുടെ ഗ്രാവിറ്റിക്ക് പുറത്തുള്ളൊരു മണ്ഡലത്തിൽ. ഈ പറയുന്ന സയൻറ്റിസ്റ്റ് ഇത് പറയുമ്പോൾ 80 വയസ്സ് അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അയാൾ പറയാം, എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്തൊരു അനുഭവമാണ്. അങ്ങനെ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇവിടെ ചുറ്റിക്കറങ്ങണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. അപ്പം നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അപ്പം പേരൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ അറിയേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഇയാൾ പറഞ്ഞു, പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്ന നക്ഷത്രത്തിലേക്ക്, സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് നമുക്ക് സൂര്യനോട് അടുത്ത് കിടക്കുന്ന നക്ഷത്രം അതാണ് പ്രോക്സിമ സെഞ്ചുറി. പ്രോക്സിമ സെഞ്ചുറിക്ക് നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു അയാളോട്. മുഖം തരുന്നില്ല, പക്ഷെ അയാൾ മറുപടി തന്നു, ഞങ്ങൾ നിങ്ങളെപ്പോലെയല്ല, ഞങ്ങൾക്ക് ഈ ഫിസിക്കൽ ഡൈമെൻഷൻസ് ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾ പെട്ടെന്ന് എത്തുന്നു. ഞങ്ങൾ പെട്ടെന്ന് എത്തുന്നു. ഇതിൻ്റെ ഭാഗമല്ലേ, പക്ഷെ ഞാനത് ഒരു എൽമല്ലേ, ഇനിയിപ്പോൾ ഇത് അടുത്ത സ്ഥലത്ത് പറയാൻ പറ്റൂല. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഞാൻ മറക്കുന്നതിൻ്റെ മുമ്പ് കുട്ടികൾക്ക് മനസ്സിലാക്കുക. ഒമാ ബസ്സ ഫീഹിമാ മിൻ ദാബ്ബ, ആകാശലോകങ്ങളെ പറഞ്ഞെടുത്ത് ഖുർആൻ പറഞ്ഞു, ഭൂമിക്കും ആകാശങ്ങൾക്കും ഇടയിൽ ജീവജാലങ്ങളുണ്ട്, ദാബ്ബത്തുകളുണ്ട്. ജീവനുള്ള വസ്തുക്കൾക്ക് ദാബ്ബത്ത് എന്ന് പറയാം. അന്തരീക്ഷ ഭൂമി അതൊക്കെ പോട്ടെ, നമ്മുടെ മിൽക്കി വേക്കപ്പുറത്ത്, മറ്റു ഗാലക്സികളിൽ, നമ്മുടെ ഈ മിൽക്കി വേയുടെ ഉള്ളിൽ കിടക്കുന്ന ഏതെങ്കിലും സ്റ്റാറുകളുടെ പ്ലാനറ്റ്സിൻ്റെ അകത്ത് ഒക്കെ ജീവജാലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഉണ്ട്. വമാ ബസ്സ ഫീഹിമാ മിൻ ദാബ്ബ, ആകാശലോകങ്ങളിലെ നക്ഷത്ര താര സമൂഹങ്ങൾക്കിടയിലൊക്കെ അള്ളാഹു വിതറി വെച്ച ജീവജാലങ്ങൾ ഖുർആൻ പറയാ. ചെറിയൊരു ആയത്താണ്. ഒരു ആയത്തിന്റെ വമാ ബസ്സ ഫീഹിമാ, ഈ ഹിമ എന്ന് പറഞ്ഞ ഒരു രണ്ടിനെ സൂചിപ്പിക്കുന്ന ലമീർ, ഡുവൽ പ്രൊനൗൺ, ആ ഒരൊറ്റ 3 അക്ഷരം കൊണ്ടാണ് പ്രപഞ്ചത്തിൽ ജീവജാലങ്ങളുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത്. 3 അക്ഷരം അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളൂ. ആ ബസ്സ ഫീഹ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഏതെങ്കിലും ഭൂമിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും അത്രേ അർത്ഥം വരുള്ളൂ. പക്ഷേ ഫീഹിമ, ഭൂമിയിൽ ജീവികളുള്ള പോലെ പ്രപഞ്ചത്തിലെല്ലായിടത്തും ജീവജാലങ്ങളുണ്ട്. ചിലതിനൊക്കെ ഏലി എന്ന് വിളിക്കേണ്ടി വരും, പിന്നെ ചിലതിനെ കോലി എന്ന് വിളിക്കേണ്ടി വരും, ഏതെങ്കിലും ജീലി എന്നോ പല പേരിട്ട് വിളിക്കേണ്ടി വരും. ഇനി പല കോലത്തിലും കാണാൻ തുടങ്ങും. ഇദ്ദേഹം ചോദിച്ച ചോദ്യം ഭയങ്കര പ്രസക്തമാണ്. അയാൾ സയന്റിസ്റ്റ് അല്ലേ? അയാൾ പറയും, നമ്മൾ ചൊവ്വ എത്ര അടുത്താന്നാ? 200 ബില്യൺ പ്രകാശവർഷങ്ങൾക്കപ്പുറം കിടക്കുന്ന ലോകങ്ങളെ കുറിച്ചാണ് ഇപ്പൊ നാസ കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയ പഠനം. 200 ബില്യൺ പ്രകാശവർഷം. ഒരു പ്രകാശവർഷം തന്നെ എത്ര കോടി ട്രില്യൺ കിലോമീറ്റർ ആണെന്ന് പറയാൻ കഴിയും. എനിക്കറിയില്ല, അതിന് കണക്കുണ്ട്. അത്രയും കിലോമീറ്ററുകൾ 200 ബില്യൺ വർഷങ്ങൾ കടന്നുപോയാൽ 3 ലക്ഷം കിലോമീറ്റർ സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ഈ പ്രകാശം 200 ബില്യൺ കൊല്ലങ്ങൾ സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരം. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെ തന്നെയാണ് സത്യം. അല്ലാഹു പറയാ, വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം, അല്ലാഹ് ഈ ചെയ്യുന്ന സത്യം ഒരു ഭയങ്കര സംഭവാട്ടോ. നിങ്ങൾക്ക് സയൻസ് അറിയുമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. എൻ്റെ ഒരർത്ഥം അതാ, ലൗ തഅലമൂന, ഇൽം എന്ന് പറഞ്ഞാൽ സയൻസ് എന്നർത്ഥം. ലൗ തഅലമൂന അദീം, ഇറ്റ്സ് എ ഗ്രേറ്റ് oath, it's a great vow if you know the exact meaning of what it means. അള്ളാഹു പറയുന്ന ഈ ഒരു by the stations of the stars, നക്ഷത്രങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഈ സയന്റിസ്റ്റിന് ഭയങ്കരമായ ക്യൂരിയോസിറ്റി. പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്ന ഈ സൂര്യന്റെ അടുത്ത് കിടക്കുന്ന നക്ഷത്രത്തിലേക്ക് ഏലിയനോട് ചോദിച്ചാൽ നീ എത്ര പെട്ടെന്ന് എത്തുന്നു പറഞ്ഞു. നിങ്ങൾ ഈ കിലോമീറ്റർ വെച്ച് അപ്പോൾ എങ്ങോട്ട് വെച്ച് നിങ്ങൾക്ക് എത്ര കൊല്ലം എടുക്കുന്നു? അപ്പോൾ ഇയാൾ എന്തോ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്തു, ഞങ്ങൾക്ക് ഇത്ര മില്യൺ കൊല്ലങ്ങൾ എടുക്കും അവിടേക്ക് എത്താൻ. ഇത്ര മില്യൺ, 1 മില്യൺ 10 ലക്ഷം, എത്രയോ മില്യൺ ലൈറ്റ് ഇയേഴ്സ് എടുക്കും ഞങ്ങൾക്ക് എത്താൻ. നടക്കൂല, നിനക്ക് എത്ര പെട്ടെന്ന്? അദ്ദേഹം ഒരു ക്യൂബ് ഉണ്ടല്ലോ നമ്മുടെ, അങ്ങനെ കുട്ടികൾ തിരിച്ചു കളിക്കുന്ന സാധനം, ആ ക്യൂബ് എന്തെന്ന് പറയല്ലേ, എന്ത് ക്യൂബാന്ന് പറയാം? റൂബിക് ക്യൂബ്. കളിക്കല്ലേ? റൂബിക്സ് ക്യൂബ്. ഈ റൂബിക്സ് ക്യൂബ് എടുത്തിട്ട്
ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ ഷഫിൾ ചെയ്യുമല്ലോ, അതിലിങ്ങനെ മാറ്റി തിരിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ കളറൊക്കെ ശരിക്കാക്കി. അതൊരു ടെക്നിക്ക്. ചില കുട്ടികൾ പെട്ടെന്ന് ചെയ്യും. എങ്ങനെ ഡിസ്മാൻഡിൽ ചെയ്താലും അവരതങ്ങനെ നോർമലിലേക്ക് ആക്കി തരും. ആ റുബിക്സ് ക്യൂബിനെ കുറിച്ചാണ് ഈ ഏലിയൻ പറഞ്ഞു കൊടുത്തത്. അതൊക്കെ എങ്ങനെ ആ ഏലിയനും, അതൊരു ജിന്നായിരിക്കാം, ഒരു മലക്കായിരിക്കാം, അള്ളാഹു അല, നമുക്കറിയില്ല. പക്ഷെ ഒരു ഏലിയനെ കണ്ടു. ഒരു സയൻറ്റിസ്റ്റ് പറയാണ്. ഇത് ഏതെങ്കിലും നമ്മളെപ്പോലത്തെ ആൾക്കാർ പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. സയൻറ്റിസ്റ്റ് പറഞ്ഞാൽ പിന്നെ അത് തെളിവാണല്ലോ. ചില ആൾക്കാർക്ക് ബുഖാരി മുസ്ലിം എന്നൊക്കെ പറഞ്ഞ സയൻസാണ്. അപ്പം അദ്ദേഹം പറയാണ്, ഈ ഏലിയൻ എന്നോട് പറയാണ്, നിങ്ങൾ ഈ റുബിക്സ് ക്യൂബ് ഇങ്ങനെ തിരിക്കണ പോലെ ഇവിടെ കിടക്കുന്ന കോടിക്കണക്കിന് പ്രകാശപ്പുറത്തുള്ള ഈ സാധനം നിങ്ങൾ മനുഷ്യർ ഇങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ ടൈം ആൻഡ് സ്പേസിനെ ലിമിറ്റ് ചെയ്യും. ഞങ്ങൾ ഈ റുബിക്സ് ക്യൂബ് തിരിക്കണ പോലെ ഇവിടെ കിടക്കുന്ന സാധനത്തെ ഞങ്ങൾ അടുത്തേക്ക് വരുത്തുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ പറഞ്ഞതിൻ്റെ മാന എനിക്കിതുവരെ മനസ്സിലായില്ല. എൻ്റെ സ്പേസ് യാത്രയിൽ ഒരുപാട് അത്ഭുതം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു ഏലിയനെ കണ്ടുമുട്ടിയതും അയാളുമായി സംസാരിച്ചതും, പ്രപഞ്ചത്തിൽ അവർ സഞ്ചരിക്കുന്ന ദൂരം മനുഷ്യനെ പോലെ അവർക്ക് ടൈം എടുക്കുന്നില്ല. നമുക്കറിയാലോ, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം മിൻ ഫൗഖി സബ്ഇ സമാവാത്ത്, 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് മദീനയിൽ വന്നു പോകുന്നത് ഒരു ദിവസം എത്രയോ തവണ ജിബ്രീൽ തങ്ങൾ വന്നു പോകുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ആ യാത്ര? ഈ ക്യൂബ് ഇങ്ങനെ തിരിക്കണ പോലെ ഞങ്ങൾക്ക് അത്രയേ വേണ്ടു. നിങ്ങൾ ഇങ്ങനെ പോവല്ലേ, ഞങ്ങൾ ആ സാധനത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്നാണ് അയാൾ കൊടുത്ത മറുപടി. അതൊന്നും ജിബ്രീൽ തങ്ങളുടെ യാത്ര അങ്ങനെയാണെന്ന് ഞാൻ പറയുകയല്ല. അവർക്ക് സമയമെടുക്കാതെ യാത്ര ചെയ്യുന്നുണ്ട്. ഈ ബില്യൺ ലൈറ്റേഴ്സ് ഒക്കെ മനുഷ്യർക്കേ വേണ്ടൂ. ഈ പ്രപഞ്ചത്തിലെ മറ്റു ജീവജാലങ്ങൾക്ക് അതിനൊന്നും ആവശ്യമില്ല. അവർക്കതൊരു പക്ഷേ മട്ടന്നൂർ അങ്ങാടി പോയി വരുന്ന ദൂരെ ഉണ്ടാവുള്ളൂ, പാലോട്ട് പള്ളിയിൽ നിന്ന്, അത്രേ അവർക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കത് ദൂരമാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞത്, ജിന്നുകളും പിശാചുക്കളും ആകാശ ലോകത്ത് പോയി കട്ടുകെട്ടിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു ഹബീബ് ജനിക്കുന്നത് വരെ. പുണ്യനബി ജനിച്ച അന്നു മുതൽ ആകാശ ലോകത്തേക്ക് അവർക്ക് പെനിട്രേറ്റ് ചെയ്യാൻ കഴിയാതെ വന്നു. അതാരുടെ ജനനം കൊണ്ടാണെന്നറിയുമോ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. ഏതെങ്കിലും കുട്ടി ജനിച്ചിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ലോകത്ത്? ജിന്നുകളത് വിളിച്ചു പറഞ്ഞു. സൂറത്തുൽ ജിന്ന്, ജിന്നുകൾ സംസാരിച്ചത് വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചത്. അവര് പറയാ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് മേലോട്ട് പോകാൻ കഴിയാതെ വന്നു. പിന്നെ മനസ്സിലായത്, ഉലിദ ബി മക്കത മൗലൂദ്, മക്കയിലൊരു വിശേഷപ്പെട്ട ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ ജനനമാണതിന് കാരണമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് ജിന്നുകൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം നടക്കുമ്പോൾ ലോകത്തെ എല്ലാ ബിംബങ്ങളും തലകുത്തി വീണിട്ടുണ്ട്. ബിംബാരാധന നടന്നിരുന്ന ഗ്രീക്കിലടക്കം യുനാൻ, ബാബിലോണിയ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ, ലോകത്തെവിടെയെല്ലാം ബിംബാരാധനയുണ്ടായിരുന്നോ, ആരൊക്കെയാണോ അല്ലാഹുവേതര മറ്റു ദൈവങ്ങളെ പൂജിച്ചിരുന്നവർ, ആ ബിംബങ്ങൾ തലകുത്തി വീണിട്ടുണ്ട്. AD 571 570 ഹബീബായ നബി തങ്ങൾ ലോകത്ത് ജനിക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണണമെന്ന് പറയും നമ്മൾ. ഏതൊരു സാധനം കണ്ണുകൊണ്ട് കാണണമെന്ന്. ഞാൻ കാര്യം പറഞ്ഞോട്ടെ, ഒരുപക്ഷെ ചിലപ്പോൾ കൗതുകമായി തോന്നിയേക്കാം. ചെറിയൊരു സയൻസാണ്. നമ്മളൊക്കെ രൂപപ്പെട്ടത്, നമ്മുടെ ശരീരം, ഈ മൈക്ക്, ഈ സ്റ്റേജ്, ഈ കാർപ്പറ്റ്, ഈ മണ്ണ്, ഈ കമ്പിയും ഈ തുണിയൊക്കെ എല്ലാം ആറ്റം കൊണ്ടുണ്ടാക്കിയതാണ്, അല്ലേ? ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? ഒരു കുട്ടി ഉത്തരം പറയും. ആറ്റം, വാട്ട് ഈസ് ആൻ ആറ്റം? വാട്ട് ഈസ് ഇൻസൈഡ് ആൻ ആറ്റം? അണു. അത് മലയാളത്തിൽ ആറ്റം എന്ന് പറഞ്ഞാൽ അണു. അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? എന്തുണ്ട് ആറ്റത്തിൻ്റെ ഉള്ളിൽ? കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, നമ്മൾ കാണുന്ന സൃഷ്ടിപ്രപഞ്ചത്തിന്റെ ഏറ്റവും അതിസൂക്ഷ്മമായ അണുവിനാണ് നമ്മൾ ആറ്റം എന്ന് പറയാ. ഒരാറ്റം എന്ന് പറയാൻ നമ്മുടെ കയ്യിലെടുക്കാൻ പറ്റില്ല. നമ്മുടെ ഈ കയ്യിൽ കോടിക്കണക്കിന് ആറ്റങ്ങളുണ്ട്. അതിൽ ഒരാറ്റം എന്ന് പറഞ്ഞാൽ അതിൽ ന്യൂക്ലിയസ് ഉണ്ട്, അല്ലേ? ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളുണ്ട്, പ്രോട്ടോണുകളുണ്ട്, അല്ലേ? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആരാളുള്ളത്? ന്യൂട്രോണോ അല്ലേ? ആണോ? ന്യൂട്രോൺ ഉണ്ട്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ആ വട്ടം, നമ്മൾ സ്കൂളിൽ പഠിക്കുന്നില്ല, വട്ടം വരച്ചിട്ട് അതിൻ്റെ നടുവിലൊരു പോയിന്റാണ്, ഒരു ബിന്ദുവാണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ സാധനം. അതിന് ചുറ്റും ഒരുപാട് വഴികളാണ്, റോഡുകളാണ്, വട്ടത്തിലുള്ള റോഡുകളാണ്, കഴമ്പം ചുറ്റുന്ന പോലെ. അതിലാണ് ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും നെഗറ്റീവ് പോസിറ്റീവ് ചാർജുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്.
ആ ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്താ? എംറ്റിയാണ്. എംറ്റി, നമ്മൾ ഫുട്ബോൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ പോലെ ആ ഗ്രൗണ്ട് കളിക്കാരൻ ഓടുന്നുണ്ട്. ആ ഗ്രൗണ്ടിൽ ഒരു കളിക്കാരൻ ഓടുകയും നടുവിലൊരു പന്ത് കൊണ്ടുവെക്കുകയും ചെയ്താൽ എന്താണോ, അല്ലെങ്കിൽ 2 കളിക്കാർ ഓടുന്നുണ്ട്, 10 ആൾ ഓടുന്നുണ്ട്, ആ ഗ്രൗണ്ട് അതാണ് ആറ്റം. ആ ആറ്റത്തിന്റെ നടുവിലൊരു ന്യൂക്ലിയസ്. ഇനി ചോദിക്കട്ടെ, ഒരാറ്റത്തിൽ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? ന്യൂക്ലിയസ് കാണാൻ പറ്റും അല്ലേ? ഇലക്ട്രോണും പ്രോട്ടോണും വേണമെങ്കിൽ കാണാൻ പറ്റുന്നൊക്കെ വാദിക്കാം. ബാക്കിയുള്ള സ്ഥലം എംറ്റിയാണ്, കാണാൻ പറ്റൂല. ആ സാധനം വാക്യൂമാണ്. എന്ന് പറഞ്ഞാൽ ഒരാറ്റത്തിൽ നിന്ന് നമ്മൾ കാണുന്നത് ആ ആറ്റത്തിന്റെ 5% താഴെയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഖളിയ മനസ്സിലായോ? ഒരാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ നോക്കിക്കാണുമ്പോൾ ആറ്റത്തിൽ നിന്ന് കാണുന്നത് 5% കാണാൻ കഴിയൂ എങ്കിൽ എൻ്റെ ശരീരത്തിന്റെ 95% നിങ്ങൾ കാണുന്നില്ല. ഈ പ്രപഞ്ചത്തിന്റെ 95% നമ്മൾ കാണുന്നില്ല. ബാക്കി ആറ്റത്തിൽ മറഞ്ഞു കിടക്കുക. അതല്ലേ ഇതിന്റെ ശരി? എന്നിട്ട് പറയാം ഇതൊക്കെ എൻ്റെ കണ്ണ് കാണുന്നാലേ പടച്ചോനെ വിശ്വസിക്കുള്ളൂ. പൊന്നു ചങ്ങാതി, നീ നിന്നെ തന്നെ മുഴുവൻ കാണുന്നില്ല. നീ നിന്നെ തന്നെ മുഴുവൻ കാണുന്നില്ല. എന്നിട്ടല്ലേ പടച്ചോണ്ട് ഇറങ്ങി വരട്ടെ, അള്ളാനെ കാണട്ടെ. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ കാണാത്തതാണ് കൂടുതൽ, കാണുന്ന ഭാഗം വളരെ കുറച്ചുള്ളൂ. ഒരാറ്റത്തെടുത്തു നോക്കിയാൽ മനസ്സിലാകും അത്. അതിൽ നിന്ന് കാണുന്ന കണിക എന്ന് പറയുന്നത് മേ ബി ലെസ് ദാൻ 5%. 5% താഴെ കാണുന്നുള്ളൂ അതിനുള്ളിൽ. അപ്പൊ ഞാനും നിങ്ങളൊക്കെ ഈ പറഞ്ഞിടക്കണത് ഒരാളെ കണ്ടു എന്ന് പറഞ്ഞാൽ മുമ്പ് 5% കണ്ടിട്ടുള്ളൂ. ബാക്കി 95 നമ്മൾ കാണാത്തതാണ്. ഇനി അതോടെ ഇരിക്കട്ടെ, ഈ പറയുന്ന സൂര്യനക്ഷത്രങ്ങൾ, എന്തൊരു ഖുർആൻ ആസ്ട്രോഫിസിക്സിനെ കുറിച്ച് ഇത്രമേൽ ചർച്ച ചെയ്ത ഒരു ലോക ഗ്രന്ഥം, ഒരു ദിവ്യ ഗ്രന്ഥം ലോകത്തുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആനാണ്. എന്തൊക്കെ പറഞ്ഞു? നക്ഷത്രങ്ങൾ, താരസമൂഹങ്ങൾ, ബ്ലാക്ക് ഹോളുകൾ, നക്ഷത്രങ്ങളുടെ പോയിന്റുകൾ, പ്രകാശത്തിന്റെ വേഗത, ഇതൊക്കെ പറഞ്ഞ ഗ്രന്ഥമല്ലേ ഖുർആൻ? അത്ഭുതമല്ലേ? എന്നിട്ട് കോടിക്കണക്കിന് ലോകത്ത് ബീച്ചായ ബീച്ചുകളിൽ മുഴുവനും, കണ്ണൂർ ബീച്ച് ഉണ്ടല്ലേ, എന്താ പയ്യാമ്പലം ബീച്ചോ, ലോകത്തുള്ള ബീച്ചുകളായ ബീച്ചുകൾ മുഴുവനും എത്ര ഐലൻഡുകളുണ്ട്? അറ്റ്ലാന്റിക് സമുദ്രത്തിലും പസഫിക് സമുദ്രത്തിലും ആയിരക്കണക്കിന് ഐലൻഡുകളുണ്ട്. അതിനൊക്കെ ബീച്ചുണ്ട്. നമ്മളെ നാട്ടിൽ കേരളം കന്യാകുമാരി കഴിഞ്ഞ് അങ്ങ് ബാക്കോട്ട് പോയാൽ പിന്നെ നമ്മുടെ ചെന്നൈൻ്റെ ബീച്ചടക്കം അങ്ങനെ പോയി അങ്ങ് ആൻഡമാൻ അടക്കം ആസാമിൻ്റെ സൈഡിലൂടെ ആലോചിച്ച് നോക്കൂ. കറാച്ചിയിൽ, ഇപ്പുറത്ത് ഗുജറാത്തിലേക്ക്, അങ്ങ് ഇറാനിലേക്ക്, അത് കഴിഞ്ഞ് UAE ഒമാനും കഴിഞ്ഞ് ഇങ്ങ് പിന്നെ നേരെ അങ്ങ് കവർ ചെയ്ത് യമനിൻ്റെ സൈഡിലൂടെ അങ്ങ് കടന്നുപോയി ഇപ്പുറത്ത് ആഫ്രിക്കയിലേക്ക് കടന്ന് വീണ്ടും താഴേക്ക് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലേക്ക് വന്ന് വീണ്ടും മേലോട്ട് കയറി അങ്ങ് മെഡിറ്ററേനിയൻ കടലും കഴിഞ്ഞ് അറ്റ്ലാന്റിക്കും കഴിഞ്ഞ് പസഫിക്, എത്രയായിരക്കണക്കിന് ബീച്ചുകൾ ലോകത്തുണ്ട്. ഈ ബീച്ചുകളിൽ കിടക്കുന്ന ഓരോ മണൽത്തരിക്കും ആകാശത്ത് നക്ഷത്രമുണ്ടെന്നാണ് ഇന്ന് നാസ വിട്ട കണക്ക്. എന്നിട്ട് പറയാണ് ഈ പ്രപഞ്ചം അപ്പൊ എത്ര ബില്യൺ കണക്കിന് ഗാലക്സികളുണ്ട് ഇവിടെ. ഒരു ഗാലക്സിയിൽ എത്ര ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. ഓരോ നക്ഷത്രത്തിനും എത്ര ഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ഭൂമി ഗ്രഹമല്ലേ സൂര്യന്റെ. ഓരോ നക്ഷത്രത്തിനും ഗ്രഹങ്ങൾ, സൂര്യനേക്കാളും വലുതും ചെറുതുമായ ഗ്രഹങ്ങൾ. എത്ര നക്ഷത്രങ്ങൾ മാത്രം, അതിന്റെ പ്ലാനറ്റ്സുകളോ അതിന്റെ സാറ്റലൈറ്റുകളോ കൂട്ടിയിട്ടില്ല. ഭൂമിയിലെ മണൽത്തരികളോളം ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട്. എന്നിട്ട് പറയാൻ ഈ നക്ഷത്രങ്ങൾ കാണുന്ന ഈ ലോകം മുഴുവനും ലേറ്റസ്റ്റ് കഴിഞ്ഞ ഒരു മാസം നടന്ന ഒരു ഡിസ്കഷനാണ്, ഒരു സയന്റിസ്റ്റുകളുടെ ഒരു ചർച്ചയാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ ആധാരം. അവർ പറയുന്നത് ഈ കാണുന്ന ലോകം മുഴുവൻ, പ്രപഞ്ചം എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ കേവലം 6% മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കി 94% കാണാത്ത ഒരു ഇരുട്ടു ലോകമാണ്. കാണുന്ന ഈ ലോകം ഇത്രമേൽ നക്ഷത്രങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയത് മുഴുവൻ പ്രപഞ്ചത്തിന്റെ 6% താഴെയാണ്. എന്ന് പറഞ്ഞാൽ 94% പ്രപഞ്ചവും മനുഷ്യനോ ഒരു മെഷീനറിക്കോ കണ്ടെത്താൻ കഴിയുന്നില്ല. ബ്ലാക്കാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ വീക്ഷിച്ചു ഒരു സയന്റിസ്റ്റിന്റെ പ്രഖ്യാപനം. അദ്ദേഹം പറഞ്ഞു ലോകത്ത് ടൈമോ സ്പേസോ ഇല്ലാത്ത അബ്സല്യൂട്ട് സൈലൻസ് നിലനിൽക്കുന്ന പ്രദേശങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. M57 എന്നോ അതിന് പേരിട്ടിട്ടുണ്ട്, അതിന് പേരുണ്ട്. ഒരു ബ്ലാക്ക് ഹോളിനെ സംബന്ധിച്ച് പറഞ്ഞു, ആ ബ്ലാക്ക് ഹോൾ പ്രകാശവേഗതയുടെ 80% വേഗതയിൽ അതിന്റെ ചുറ്റുമുള്ള ലോകത്തെയും കറക്കി തിരിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലോകം, നക്ഷത്രങ്ങളുടെ ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളുടെ ഒരു ലോകം
ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗത എന്ന പ്രകാശത്തിന്റെ വേഗതയുടെ 80% വേഗതയിൽ അത് സഞ്ചരിക്കുന്നത് മാത്രമല്ല, കൂടുതൽ ലോകത്തെ തിരിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക, ഒരു മെഷീനറി പോലെ. അങ്ങനത്തെ ഒരു ബ്ലാക്ക് ഹോളിനെ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് പറയും, ഇതൊക്കെ നമ്മുടെ കണ്ണിന് കാണാൻ കഴിയുന്ന പ്രപഞ്ചത്തിന്റെ 6% താഴെയാ. ബാക്കി 94% ലോകം ഇപ്പോഴും നമുക്കറിയില്ല എന്താണ്. ഡാർക്കാണ്, ഇരുട്ടാന്നാ പറയാ, കാണാത്ത ലോകമാണ്. കാണുന്ന ഈ നക്ഷത്രങ്ങൾ എന്ന് ഇത്രയാണ്. അപ്പൊ എന്താണ് അള്ളാന്റെ ഈ പ്രപഞ്ചം എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. എന്നിട്ടാണ് നമ്മൾ ഈ വേലി തിരക്കാൻ പോണത്. ഒരു വണ്ടിക്കാരന് പോലും കടന്നു പോകാൻ പറ്റാതെ മതിൽ കുറിപ്പിച്ചിട്ട് മനുഷ്യന്മാരെ ഇടങ്ങേറാക്കുന്നത്, ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടി ഉമ്മാനോടും പെങ്ങളോടും തെറ്റുന്നത് അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്താണ് ഇതിന്റെ തമാശ. അള്ളാഹുവിന്റെ എന്നിട്ട് പറഞ്ഞ ഖുർആൻ, ആകാശ ലോകങ്ങളോളം വീതിയുള്ള സ്വർഗലോകത്തേക്ക് വരുന്നുണ്ടോ? നീളം പറഞ്ഞില്ല, വീതിയെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നീളം എന്തായിരിക്കും? ഇതാണ് ലോകമെങ്കിൽ എന്തായിരിക്കും സ്വർഗം? മാല ഐനുൻ റഅത്. ഈ ലോകമൊക്കെ കടന്നാലേ 1-ാം ആകാശത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം 2-ാം ആകാശം. 1-ാം ആകാശം എവിടെയാണെന്ന് പിടുത്തം കിട്ടിയിട്ടില്ല. ലോകം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകങ്ങൾ മുഴുവനും ആര് മുറിച്ചു കടന്നു? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് ചൊവ്വയിൽ പോയി, ഇനി നാളെ ജൂപ്പിറ്ററിൽ പോയി, യുറാനസിൽ പോയി, ഇനി പ്രോക്സിമ സെഞ്ചൂറിയോ എന്ന് പറയുന്ന നക്ഷത്രത്തിലേക്ക് പോയി എന്ന് വിചാരിക്കുക. നമ്മുടെ റസൂൽ കടന്നുപോയത് 7 ആകാശങ്ങളും കടന്ന് സിദ്റത്തുൽ മുൻതഹായും കടന്നിട്ട 1-ാം ആകാശത്തിന്റെ പടിവാതിലെത്താൻ ഇനി ബില്യൺ കണക്കിന് കൊല്ലം ജീവിച്ചാലും മനുഷ്യനെ കൊണ്ട് കഴിയില്ല. പക്ഷേ ആ സമയമെന്ന് പറയുന്ന സംവിധാനത്തെ അള്ളാഹു റിവേഴ്സ് ചെയ്ത ക്വാണ്ടം ഫിസിക്സിന് എന്താണെന്ന് മനസ്സിലായിട്ടില്ലാത്ത ഒരു പ്രതിഭാസമുണ്ടെങ്കിൽ ആ പ്രതിഭാസത്തിലൂടെയാ ഇസ്രാഉം മിഅ്റാജും പുണ്യനബിക്ക് അള്ളാഹു നടത്തി കൊടുത്തത്. അത്ഭുതമല്ലേ? നമ്മുടെ റസൂൽ എവിടെയാ ബാക്കിലായത്? ഹബീബിന് എവിടെയാ നമുക്ക് തഴയാൻ പറ്റുക? ഇന്ന് ലോകം പറയുന്ന വലിയ വമ്പെന്ന് പറയുന്ന സ്പേസിലേക്ക് പോവുക. നമ്മുടെ റസൂല് പോയെവിടെ? സത്യസന്ധരായ ഹബീബ്, ആരോടും നുണ പറയാത്ത റസൂൽ, 40 വയസ്സുവരെ തമാശയിൽ പോലും കളവ് പറയാത്ത റസൂൽ, എന്തിനിങ്ങനെ കളവ് പറയണം അല്ലാഹുവിന്റെ മേൽ? മആദല്ലാഹ്, അത് സത്യമായിരുന്നു. വമാ കദബൽ ഫുആദു മാ റആ അഫതുമാറൂനഹു അലാ മാ യറാ. ഹബീബ് കണ്ടത് നിങ്ങൾ എന്തിനാ സംശയിക്കുന്നത്? ആ ലോകത്തേക്ക് ഒരു ദിവസം പലതവണ കടന്നു വന്ന അള്ളാഹുവിന്റെ മലക്കാൻ, അള്ളാഹുവിന്റെ സയ്യിദുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ആരാ റസൂലുള്ളാഹി തങ്ങൾ? ഹബീബിന്റെ കോണ്ടാക്റ്റുകൾ ആരാ? നമുക്ക് 4 രാഷ്ട്രീയക്കാരെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്താ നമ്മുടെയൊക്കെ അവസ്ഥ? പഞ്ചായത്ത് മെമ്പറായാൽ തന്നെ എന്താ ഹൊങ്ക് അല്ലേ? ആരും കുറ്റം പറയല്ല. മനുഷ്യൻ അങ്ങനെയാണ്. ഹബീബിന്റെ കോണ്ടാക്റ്റുകൾ ആരാ? അൽ മലഉൽ അലാ, അല്ലാഹു ജല്ല ജലാലു. പിന്നെന്താ വേണ്ടത്? ആ പുണ്യനബി ലോകത്തേക്ക് കടന്നു വന്നപ്പോഴാണ് 1000 വർഷം കെട്ടുപോകാതെ പേർഷ്യയിലെ തീ ആരാധകരായിരുന്ന മാഗിയൻസ് എന്ന് പറയുന്ന മജൂസികൾ 1000 കൊല്ലം വിറക് വെച്ച് ആളെ വെച്ച് കത്തിച്ചിരുന്നൊരു തീക്കുണ്ടാരം ഉണ്ടായിരുന്നു. ആ തീക്കുണ്ടാരം 1000 കൊല്ലമായിട്ട് തീ അണഞ്ഞിട്ടില്ല. മക്കായിൽ പരിശുദ്ധ ഹബീബ് റബീഉൽ അവ്വലിൽ ജനിച്ചു വീണ അന്നത്തെ ദിവസം, ആ ഒരു തിങ്കളാഴ്ച പേർഷ്യയിലെ ഈ തീക്കുണ്ടാരം അണഞ്ഞു എന്ന് പറയുന്നത് ചരിത്രമാണ്, അനിഷേധ്യമായ ചരിത്രമാണത്. പേർഷ്യൻ രാജാക്കന്മാർ ബഹുദൈവാരാധകരായിരുന്നു. ആ പേർഷ്യൻ രാജാവിന്റെ കൊട്ടാരത്തിന്റെ 14 കോളംസ്, മുനാരങ്ങൾ താങ്ങി നിന്നിരുന്ന വലിയ വലിയ തൂണുകൾ, അത് മുഴുവൻ ഒരു നിമിഷം ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ അത് ഹബീബുനാ റസൂലുള്ളാഹി ജനിച്ച ദിവസമാണ് എന്ന് മനസ്സിലാക്കണം. അതാണ് മൗലിദു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാധനാമൂർത്തിയായി ആരാധിച്ചു പോന്നിരുന്ന ഒരു തടാകമുണ്ട്. ആ തടാകമാണ് ബുഹൈറത്തു സാവാ തടാകം. ആ സാവാ തടാകം ഏതെങ്കിലും ഒരു ദിവസം കൊണ്ട് ഒരിറ്റു വെള്ളം പോലും ബാക്കിയാവാതെ വറ്റി വരണ്ടിട്ടുണ്ടെങ്കിൽ അത് റബീഉൽ അവ്വലിൽ ഹബീബിന്റെ ജനനം നടന്ന ദിവസമാണ്. അന്നൊരു പ്രകാശം പരന്നു പോയിട്ടുണ്ട്. ആ പ്രകാശം ഉരുണ്ട ഭൂമിയിൽ, നമ്മൾ ആലോചിക്കണം, ഭൂമി ഉരുണ്ടതാണ്. നമ്മൾ കടൽക്കരയിൽ ചെന്നാലേ ഏത് ബൈനോക്കുലർ വെച്ച് നോക്കിയാലും കാണാൻ കഴിയുന്നതിനൊരു പരിധി ഉണ്ട്. കാരണം എന്താ?
കാരണം ഭൂമിയുടെ എഞ്ചിനീയറിംഗ് നടത്തിയത് അള്ളാഹുവാ. അതിങ്ങനെ താഴോട്ട് ഇങ്ങനെ ഉരുണ്ട സാധനമല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ നോക്കിയാലും ഇത്രയേ കിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കുള്ളത് കാണൂല, അല്ലെ മേലെ കയറണം. ഭൂമി ഉരുണ്ടതായത് കൊണ്ടാ കടലിൽ അക്കരെ കാണാത്ത. അല്ലെങ്കിൽ ഏതെങ്കിലും വല്ല ബൈനോക്കുലർ വെച്ച് ഇവിടുന്ന് അങ്ങനെ നോക്കിയാൽ മിനിമം സലാലെങ്കിലും കാണണം, പയ്യോളിയിൽ നിന്ന് നോക്കിയാൽ. അല്ല ഇവിടെ നോക്കിയാൽ മിനിമം യമനിന്റെ ഭാഗമെങ്കിലും കാണണം, കേരളത്തിൽ നോക്കിയാൽ കാണൂല. എന്തേ? എന്താ ഭൂമിൻ്റെയൊക്കെ എഞ്ചിനീയറിങ്! എത്ര ആയിരക്കണക്കിന് ഗാലൻ വെള്ളമാണ് ഈ ഉരുണ്ട സാധനത്തുമ്മ അള്ള ഒഴിച്ചു വെച്ചത്. ആലോചിച്ച് നോക്കി, ഒരു പന്തുമ വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം അവിടെ ഉണ്ടാവുമോ? അള്ളാന്റെ ഭൂമി ഈ വെള്ളവും കൊണ്ട് കറങ്ങല്ലേ. നമ്മളിപ്പോൾ 1 മണിക്കൂറിലേറെ വേദം പറയാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഭൂമി നമ്മളെയും കൊണ്ട് സഞ്ചരിച്ച് എത്ര കിലോമീറ്ററാണെന്നറിയോ? സൂര്യന് ചുറ്റും 1,08,000 കിലോമീറ്റർ ഞാനും നിങ്ങളും യാത്ര ചെയ്തപ്പോൾ. 1 മണിക്കൂറിലെ നിങ്ങൾ എപ്പോഴോ വന്നിട്ടുണ്ടാവും. 1 മണിക്കൂറിൽ നമ്മൾ അറിഞ്ഞു 1,08,000 കിലോമീറ്റർ ഒരു ബുള്ളറ്റ് ട്രെയിന് പോയാൽ, ഒരു ഫ്ലൈറ്റ് അടുത്തുകൂടെ പോയാൽ മനുഷ്യൻ പാറിപ്പോവില്ലേ, പൊടിപൊടിയാവൂലേ? നമ്മളല്ല കൊടുങ്കാറ്റ് അനുഭവിച്ചോ? ഇവിടെ ഭൂമി പോകുന്ന സ്പീഡ്, ആ ഒരു സ്പീഡ് 1 മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ സ്പീഡിൽ സൂര്യന് ചുറ്റും കറങ്ങി ഒരു കറക്കം പൂർത്തിയാകുമ്പോ അന്ന് 12 മണിക്ക് നമ്മൾ കുപ്പി പൊട്ടിക്കും അല്ലേ? ആലോചിച്ച് നോക്കി, നന്ദികേടിന്റെ പരമമായൊരു മൂർത്തി രൂപം നോക്കൂ. അന്ന് നമ്മൾ കള്ളുകുപ്പി, അന്ന് പെൺകുട്ടികൾക്ക് കന്യകാർത്ഥം അവർ നശിപ്പിക്കുന്നത്, വ്യഭിചരിക്കുന്നത്, ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഫസ്റ്റ് നൈറ്റ് എന്ന് ഡിസംബർ 31 എന്താ? ഈ ഭൂമി സൂര്യന് ചുറ്റും ഒരു കറക്കം പൂർത്തിയാക്കുന്ന വലിയൊരു പ്രതിഭാസം സോളാർ സിസ്റ്റത്തിൽ നടക്കുന്ന ദിവസം പടച്ചതമ്പുരാന്റെ ആ മഹാസൃഷ്ടിക്കുമേൽ തലകുനിഞ്ഞു നിന്ന് ഇബാദത്തിലോ ആരാധനയിലോ നിൽക്കേണ്ടതിന് പകരം നമ്മുടെ ബീച്ചുകളും കുറ്റിക്കാടുകളും കള്ളുകുപ്പി കൊണ്ട് നിറയറ പിറ്റേന്ന് രാവിലെ അല്ലേ? പോലീസുകാർക്ക് പ്രശ്നമാണ്. പോലീസുകാർക്ക് 1 മാസം മുമ്പ് ട്രെയിനിങ് തുടങ്ങും, എങ്ങനെയാ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട. നമ്മുടെ കുട്ടികളെ റോഡിലൂടെ വെള്ളടിച്ച് വണ്ടി ഓടിക്കും, അപകടം വരുത്തും, അസമയത്ത് വരെ പലയിടത്തും കാണേണ്ടി വരും, ബുദ്ധിമുട്ടുണ്ടാക്കും. എന്തിന്? ഭൂമിയുടെ ഈ കറക്കം പൂർത്തിയായ ആഘോഷം. അതാ ന്യൂ ഇയർ എന്ന് പറയണത്. നമ്മൾ ആലോചിക്കുന്നുണ്ടോ എന്താ നമ്മൾ ഈ കളിച്ചു കൂട്ടുന്നത്? ഇവിടുന്ന് പോണ്ടേ? മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോയി കിടക്കാനുള്ളവരാ. ഹബീബിൻ്റെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷയെങ്കിലും മുഅ്മിനീങ്ങൾക്ക് വേണം. അതിനെ കുരുത്തക്കേട് നിർത്തിയാലേ നടക്കുള്ളൂ. നമ്മുടെ ന്യൂ ഇയറുകളും നമ്മുടെ കല്യാണവും തക്കാരൊക്കെ ഈ തരത്തിൽ അള്ളാഹു നിഅമത്ത് തന്നതിൻ്റെ പേരിൽ ആഭാസമാക്കാൻ തുടങ്ങിയാൽ അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ദയവ് ചെയ്തിട്ട് ഒരപേക്ഷയാണ് എൻ്റെ മുസ്ലിം കുടുംബത്തോട്, ദയവ് ചെയ്ത് നിങ്ങൾ പുതിയാപ്പിളിയും പുതണ്ണിയും ഫോട്ടോ എടുത്തോ, അതിനൊന്നും കുഴപ്പമില്ല. നാട്ടുകാരെ മുമ്പിൽ വന്നിട്ട് സ്റ്റേജ് കയറ്റി ചെയ്യല്ലേ. നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാനുള്ളതല്ല നിങ്ങളുടെ മോൾ. നിങ്ങളുടെ പുതിയാപ്പിളക്കുള്ളതാ. നിങ്ങൾ കുടുംബക്കാർ, വേണ്ടപ്പെട്ട ആളുകൾ, നിങ്ങൾ ഏതെങ്കിലും റൂമിലോ ഒരു ചെറിയൊരു ഹാളോ എന്തെങ്കിലും നിങ്ങളെടുത്തോ, ഒന്നും കുഴപ്പമില്ല. നിങ്ങൾ വലിയൊരു സ്റ്റേജിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പുതിയണ്ണും ചാടണം, പുതിയാപ്പിളയും ചാടണം. പിന്നെ ക്യാമറാമാൻമാർ പറയും ഇങ്ങോട്ട് തിരി, കിസ് ചെയ്യ്, ഹഗ് ചെയ്യ്, അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടെടുക്ക്, ഇതൊക്കെ ഇവർ ചെയ്യും വേണം. നാട്ടുകാർ മുഴുവനും കണ്ടിങ്ങനെ ഇരിക്കുക. എന്ത് പച്ച ഹറാം? അള്ളാഹുവിൻ്റെ നാമത്തിൽ കൈപിടിച്ച് അൻകഹ്തുക വസവ്വജ്തുക എന്ന് പറഞ്ഞ് ബിതസ്രീഹിം ബിഇഹ്സാൻ ബിഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിം ബിഇഹ്സാൻ എന്ന് പറഞ്ഞ് ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഇതിനൊക്കെ ആമീൻ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ തുടങ്ങും നമ്മുടെ റാപ്പ് മ്യൂസിക്. പിന്നെ തുടങ്ങി നമ്മുടെ പലതരത്തിലുള്ള ചാട്ടങ്ങളും കളികളും പെൺകുട്ടികളും അല്ലാത്തവരും. ഇങ്ങനെ ഒരു ടീം, അവർക്കത് ബിസിനസ്സാണ്. നിങ്ങൾ അവരെ വിളിച്ചാൽ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. അവർ പല നൃത്തങ്ങളും ചെയ്യും, നൃത്തം ചെയ്യിപ്പിക്കും. പുതിയാപ്പിളിയും പുതിയണ്ണും ഒക്കെ നൃത്തം ചെയ്യേണ്ടി വരും. ഇത് നിങ്ങൾ പേയ്മെൻറ്റും കൊടുക്കുക. ഉറക്ക മ്യൂസിക് വെച്ച് പാതിരാത്രി പുതിയണ്ണിന് നിസ്കാരമുണ്ടോ? പുതിയണ്ണിൻ്റെ കൂടെയുള്ളവർക്ക് ഒന്ന് മേക്കപ്പ് പോവും. പിന്നെ എങ്ങനെ നിസ്കരിക്കുക? മേക്കപ്പ് ഇട്ട് രാവിലെ തുടങ്ങിയ വൈകുന്നേരം മേക്കപ്പ് തീരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എത്ര നിസ്കാരമുണ്ട്? വല്ലതും ചെയ്യാറുണ്ടോ? കൂടുള്ളവർ നിസ്കരിക്കോ? വീട്ടിലെ ഉമ്മ വാപ്പാക്ക് നിസ്കാരമുണ്ടോ? കുട്ടികൾക്ക് നിസ്കാരമുണ്ടോ? എന്തൊക്കെ ഹറാമുകൾ അവിടെ നടക്കും. ഇതൊക്കെ നമ്മൾ ചെയ്തു കൂട്ടിയിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആൾക്കാരാ, നമുക്ക് മൗലിദൊക്കെ ഭയങ്കര സംഭവം, നമ്മൾ ഉറൂസിൻ്റെ ആൾക്കാരാ. അത് പറ്റൂല. ഇത് ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ്. ഹറാമുകൾ തന്നെ, അനാചാരങ്ങൾ. ഒരു മഖാമിൽ വന്ന് ഒരു കുട്ടി പോയി സുജൂദ് ചെയ്യാൻ പാടില്ല. അവരല്ലാഹുവല്ല. അള്ളാഹുവിനെ നമുക്ക് സുജൂദ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാഹുവേ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്. ഹബീബിന്റെ ഒരു മുഅ്ജിസത്ത് നോക്കണം.
പുണ്യനബി തങ്ങൾ പറഞ്ഞു, റബ്ബേ, എന്റെ ഖബർ ഒരിക്കലും ആരാധിക്കപ്പെടുന്ന ഒരു ആരാധന മൂർത്തിയാക്കി എന്റെ ഖബറിനെ മാറ്റരുത് റബ്ബേ. ആരുടെ ദുആയാണ്? ഹബീബിന്റെ ദുആയാണ്. കാരണം മുൻഗാമികളായ പ്രവാചകന്മാരുടെ ഖബറുകൾ ആരാധ്യ വസ്തുക്കളായി ഇബാദത്ത് ചെയ്തിരുന്ന കാലഘട്ടം ജാഹിലിയ്യ കാലങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നബി ദുആ ചെയ്തു. ആ ദുആഇന്റെ മുഅ്ജിസത്ത് ഇന്നും റൗളയിൽ കാണാം. ആരെങ്കിലും അവിടെ ഹബീബിന് സുജൂദ് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ഒരു മുസ്ലിം പറഞ്ഞോ എന്റെ ആരാധ്യനാണ് മുഹമ്മദ് നബി തങ്ങളെന്ന്? പറയാൻ പാടില്ല. നമ്മുടെ മഅബൂദ് അല്ലാഹുവാണ്. മനുഷ്യൻ ആരാധിക്കുന്ന എത്ര ആൾക്കാരുണ്ട് ലോകത്ത്? മനുഷ്യന് സുജൂദ് ചെയ്യുന്നവർ എത്രയെല്ലാം ആളുകൾ, ഏതിനെയൊക്കെല്ലാം ആരാധ്യരായി കടന്നുകൊണ്ട്, ഏതൊക്കെ ഫിലിം സ്റ്റാറുകൾ, മ്യൂസിക് സ്റ്റാറുകൾ, സ്പോർട്സ് സ്റ്റാറുകൾ, ആരെയൊക്കെ എന്റെ ആരാധ്യനാണെന്ന് പറയുന്ന ആളുകൾ ലോകത്തുണ്ട്. പക്ഷെ ഒരു മുസ്ലിമും പുണ്യ മുഹമ്മദ് റസൂലുള്ളാഹി എന്റെ ആരാധ്യനാണെന്ന് പറയൂല. എന്തുകൊണ്ട് പറയൂല? അങ്ങനെ എന്നെ ആരാധിക്കപ്പെടുന്ന വസ്തുവാക്കി മാറ്റരുത് റബ്ബേ എന്ന് ഹബീബ് ദുആ ചെയ്ത ദുആ ഈ ഉമ്മത്തിൽ അല്ലാഹു പുലർത്തി തന്നത് ഹബീബിന്റെ മുഅ്ജിസത്താണ്. അവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുസ്ലിമീങ്ങൾ ചെയ്യൂല. മുസ്ലിമീങ്ങൾ ഒരു മഹാനെയും അല്ലാഹുവാണ് പടച്ചവനാണ് വിശ്വസിക്കുന്നത്. പക്ഷേ വിവരമില്ലാത്ത ആളുകൾ, അറിവില്ലാത്ത ആളുകൾ, വിവരദോഷികൾ, നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ചെയ്യാൻ പാടില്ല. എന്നാലും അജ്മീറിൽ ചെന്ന് നോക്കൂ, അവിടെ ഏതെല്ലാം മതവിശ്വാസികൾ വന്ന് വരുത്തുന്ന സ്ഥലം, അവിടെ സുജൂദ് ചെയ്യാൻ ഒരു സ്ഥലം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സായിരീങ്ങൾ മഹാനായ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളെ അവിടെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ നമ്മുടെ അഖീദയിലാണ് പോകുന്നത്, അല്ലേ? നമ്മൾ അവിടെ ഉറച്ചൊക്കെ നാട്ടിൽ എന്ത് ചെയ്തോട്ടെ, നിങ്ങൾക്ക് എന്താ കുഴപ്പം? ലാ യദുറുക്കും മൻ വല്ല ഇദാ ഇഹ്തദൈതും. അവര് ചെയ്യുന്നത് നിങ്ങളോട് നാളെ ചോദ്യമില്ല. ആ ചെയ്യുന്നത് ദീനാണോ? അല്ല. സുജൂദ് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മഹാന്റെ ഖബറിൽ ചെന്ന് സുജൂദ് ചെയ്യാൻ പാടുണ്ടോ? ചെയ്യാൻ പാടില്ല. ഹറാമാണ്. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാണ്. അത് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചെയ്താൽ പോലും പ്രത്യക്ഷമായി ശരീഅത്ത് അതിനെ വിധി പറയും. ചെയ്യാൻ പറ്റാത്തത്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ആരെങ്കിലും വിവരമില്ലാത്തവർ ചെയ്യുന്നത് സുന്നികളുടെ പേരിലോ അഹ്ലു സുന്നിയുടെ പേരിലോ വെച്ച് കെട്ടാൻ പാടുണ്ടോ? അതും ശരിയല്ല. ഇനി പോകട്ടെ, കഅബന്റെ മുമ്പിലേക്ക് നമ്മൾ പോകുന്നില്ല ഉംറ ചെയ്യാൻ. തവാഫിനിടയ്ക്ക് എത്ര ആൾക്കാർ സ്കൈപ്പ് പിടിച്ചു പോകുന്നുണ്ട്, എത്ര പെണ്ണുങ്ങൾ തലമരയ്ക്ക് മറക്കാതെ പോകുന്നുണ്ട്, എത്ര ആണുങ്ങൾ പൊക്കളും കാണിച്ച് നടക്കുന്നുണ്ട്. അവരത്ത് മറക്കണ്ടേ? തവാഫ് ശരിയാവണമെങ്കിൽ ഇതൊക്കെ നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഉംറ കിട്ടൂലേ? നിങ്ങൾ കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഉംറ കിട്ടും. നിങ്ങളുടെ സഅയ് കറക്റ്റാണോ? നിങ്ങൾക്കിത് കിട്ടും. അവിടെ വിവരമില്ലാത്തവൻ വന്ന് വല്ലതും ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങൾ എന്തിനു വേദ എന്നതുപോലെ വിവരമില്ലാത്തവർ പല മഖാമിലും പലതും ചെയ്തേക്കാം. അതിനെ ഒരു വരുമാന മാർഗമായി കണ്ടേക്കാം. അതൊക്കെ അവരും പടച്ചോനും തമ്മിലുള്ള വിഷയമാണ്. ഒരു മഖാമിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ദാനം, ഒരു സ്വതക്ക ചെയ്യുന്ന പടച്ചവനെ, ഈ മഹാന്റെ ഹദ്റത്തിൽ ഞാൻ ഈ ദാനം ചെയ്യുകയാണ്. എങ്ങനെ? ആ മഹാന്റെ ഹദ്റത്തിൽ ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ്, അങ്ങയുടെ ഹദ്റത്തിൽ സ്വഹാബികൾ വന്ന് ഇസ്തിഗ്ഫാർ ചെയ്താൽ എന്ന് പറഞ്ഞ ഹബീബിന്റെ സ്വഹാബത്തിന് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തൊരു പാഠമുണ്ട് അവിടെ. അശാഇറത്തിന്റെ പണ്ഡിതന്മാർ അത് വ്യക്തമായി ചർച്ച ചെയ്തു. ഖുറാഫാത്ത് പറയാൻ നിൽക്കണ്ട. മുസ്ലിം ഉമ്മത്തിലെ സുന്നികളായ ആളുകളോടാണ് ഞാൻ പറയണത്. നമ്മൾ ഏതായാലും ചില ആളുകളുടെ കണക്കിൽ നമ്മളൊക്കെ ഇസ്ലാമെന്ന് പുറത്താ, പിന്നെ അവരെന്തിനാണ് നമ്മളെ തിരുത്താൻ വരുന്നത്? ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ സുന്നികളോട് പറയുന്ന ഈ ആശയങ്ങളെ എന്തിന് ബാക്കിയുള്ള സുന്നി അല്ലാത്തവർ എന്തിനു വന്നിട്ട് തിരുത്താൻ വരണം? നമ്മൾ സ്പർദ്ധയോ വൈരാഗ്യമോ ഉണ്ടാക്കാനല്ല. നമ്മുടെ അഖീദയിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായി മനസ്സിലാക്കണം. വിശ്വാസം അത് വലുതാണ്. അമല് അല്ലാഹ് ഒരുപക്ഷെ നമുക്ക് മുസാമഹത്ത് ചെയ്തു തരും. പക്ഷേ നമ്മുടെ വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചു പോയാൽ അപകടം സംഭവിക്കും. അള്ളാഹുവിനെ പോലത്തെ ഒരു മഅബൂദ് ഈ ലോകത്ത് ഒരാളുമില്ല. ആരും അള്ളാഹുവിനോട് തുല്യരായിട്ടില്ല. അല്ലാഹ് ചെയ്യുന്ന പണി ഒരു മഖ്ലൂഖ് ചെയ്യുമെന്ന് വിശ്വസിക്കാനും പാടുള്ളതല്ല. ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു റഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യാഖ്യാനം ഉണ്ടാകും. ഹബീബായ നബി തങ്ങളെ കുറിച്ച് അള്ളാഹിന്റെ ഇസ്മായ റഊഫുൻ റഹീം, റഊഫും റഹീമുമാണ് നബി തങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞു. അത് അല്ലാഹുവിനിട്ട പേരാ. പക്ഷേ അല്ലാഹു ഈ രണ്ട് വാക്കുകളും ഹബീബിന്റെ മേൽ വെച്ചിട്ടുണ്ട്. ലഖദ് ജാഅക്കും എന്ന ആയത്തിന്റെ അവസാനം മുഹമ്മദ് നബി തങ്ങൾ റഊഫും റഹീമുമാണ്. അല്ലാഹുവിനെ കുറിച്ചല്ലേ അബ്ദുർ റഊഫ് അബ്ദുർ റഹീം എന്ന് പറയാ. ഹബീബിനെ കുറിച്ച് പറഞ്ഞ ആ രണ്ട് വാക്കുകൾ വ്യാഖ്യാനിക്കപ്പെടുന്ന വാക്കുകളാണ്. അല്ലാഹു എവിടെയാണ്? നടന്നിവിടെ പ്രസംഗിക്കുന്നുണ്ട് അല്ലാഹു ആകാശലോകത്താണ് എന്ന്. പൊന്നു ചങ്ങാതിമാരെ, ആകാശലോകം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ആകാശലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ സൃഷ്ടിയിൽ എങ്ങനെ അല്ലാഹു വരിക? അല്ലാഹു മൗജൂദുൻ ഫീ ലാ മകാൻ.
സ്ഥലമില്ലാത്തത് എന്ന് പറയാൻ കഴിയുന്ന ഒരു ആശയം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ, കഴിഞ്ഞില്ലെങ്കിലും അള്ളാഹു സ്ഥലങ്ങളിലോ ഇടങ്ങളിലോ അല്ല. അള്ളാഹുലേക്ക് സ്ഥലം ചേർത്തി പറയാൻ പാടുള്ളതല്ല. അപ്പൊ പറയും, ആ മുണ്ടാൻ കഴിയാത്ത പെൺകുട്ടി വന്ന് അയ്നല്ലാഹ്, അള്ളാഹു എവിടെയാണ് എന്ന് ചോദിച്ചപ്പോ ആകാശത്ത് എന്ന് പറഞ്ഞപ്പോ പുണ്യനബി തങ്ങൾ പറഞ്ഞു, വഹിയ മുഅ്മിനത്തുൻ ഫഅതിഖഹാ, അവൾ ഈമാനുള്ളവളാണ്, അവളെ നീ മോചനം ചെയ്യണമെന്ന് മഹാനായ സ്വഹാബി അബൂ മസ്ഊദ് തങ്ങളോടാണോ എനിക്ക് ഓർമ്മയില്ല, ആ ഒരു സ്വഹാബിയാണ് ഈ വിഷയവുമായി വന്നത്. അബൂ മസ്ഊദ് സഖഫി, അവരുടെ ഒരു അടിമയെ അടിച്ചതായിരുന്നു വിഷയം. സാമാർക്ക് ഓർമ്മയുണ്ടെങ്കിൽ തിരുത്തറിയാം സ്വഹാബിയുടെ പേര്. നബി തങ്ങളോട് വന്ന് പറഞ്ഞു, നബിയെ, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് ദേഷ്യം വന്നു. എൻ്റെ ആട്ടിൻ പറ്റങ്ങളിൽ ഒരു ആടിനെ ഒരു ചെന്നായെ കൊണ്ടുപോയപ്പോ ഞാൻ ആ പെണ്ണിനെ ചെന്ന് അടിച്ചു നബിയെ. ഫസഖഖ്തു വജ്ഹഹാ, തങ്ങൾ പറഞ്ഞു, ആരാണ് ഇവളാ നബിയെ പെണ്ണ്? അവൾ മുഅ്മിനത്താണെങ്കിൽ അവളെ നീ സ്വാതന്ത്ര്യം കൊടുത്ത് എഴുത്തക്ക് ചെല്ല് എന്ന് പറഞ്ഞു. തങ്ങൾ ചോദിച്ചു, ഞാൻ ആരാണ്? അള്ളാഹുവിന്റെ റസൂലാണ്. അയ്നല്ലാ, സംസാരിക്കാൻ പറ്റാത്ത പെണ്ണ് ആംഗ്യ ഭാഷ കൊണ്ട് പറഞ്ഞു അയ്നല്ലാ. മേലോട്ട് കൈ കാണിച്ചുതാ. അപ്പൊ തങ്ങൾ പറഞ്ഞു, അച്ചിഖ്ഹാ ഫഹിയ മുഅ്മിനത്തുൻ. ഇത് പറഞ്ഞിട്ട് ചിലർ എന്താ പറയുന്ന, അള്ളാഹ് ആകാശത്താണ്, ഫിസ്സമ. പൊന്നു ചങ്ങാതിമാരെ, ഐന എന്ന് പറഞ്ഞത് ഇഷാറത്തുൻ ഇലൽ മഖാന ലാ ഇലൽ മഖാൻ. സ്ഥലം എവിടെയാണെന്നല്ല ഈ ചോദ്യം, സ്ഥാനം, അള്ളാഹിന്റെ സ്ഥാനം. നമ്മൾ പറഞ്ഞ ചില ആൾക്കാരെ കുറിച്ച്, ഓലൊക്കെ എവിടെ കിടക്കുന്ന ആൾക്കാരാ, അതിനർത്ഥം എന്താ? അവരൊക്കെ ആകാശത്ത് പുരടുത്തവരെന്നാണ് അർത്ഥം. മേലെയാണ്, ഉന്നതങ്ങളിലാണ്, അള്ളാഹു മഹോന്നതനാണ്. ഇതേ പറയാൻ പാടുള്ളൂ. അള്ളാഹ് ഭൂമിയിലെന്ന് പറയാൻ പാടുണ്ടോ? കാരണം ഭൂമി ഉണ്ടാകും മുമ്പ് അള്ളാഹു ഉണ്ട്, അള്ളാഹു അസലിയാണ്. ഇതൊക്കെ നമ്മുടെ അഖീദയിലെ വിഷയങ്ങളാണ്. ബിദ്അത്തിന്റെ ആളുകൾ വന്നിട്ട് പറയാൻ തുടങ്ങി അള്ളാഹ് ആകാശത്താ. പൊന്നു ചങ്ങാതിമാരെ, ആകാശം ഇല്ലാതിരുന്നൊരു കാലമില്ലേ? സമയമില്ലാതിരുന്ന കാലമില്ലേ? ഇത് മഖ്ലൂഖല്ലേ? ഇത് ഹാദിസല്ലേ? മഖ്ലൂഖായ ഒരു സാധനം ഖാലിഖായ അള്ളാഹു ഉണ്ടാക്കിയാൽ ആ മഖ്ലൂഖിന്റെ ഉള്ളിലാണ് അള്ളാഹു എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ജനാബുൽ ഹഖിനോട് കാണിക്കുന്ന അതവുകേടല്ലേ? അള്ളാഹുവിനെ പറ്റി ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ബിലാ മഖാനിൻ വബിലാ വഖ്തിൻ, സമയമോ മഖാനോ സ്ഥലമോ അള്ളാഹുക്ക് ബാധകമല്ല. അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെ എല്ലായിടത്തും എന്ന് പറഞ്ഞു പോകാറുണ്ട്. അതുപോലും പറയാൻ കഴിയില്ല എന്നാ. അല്ലാഹു മൗജൂദുൻ ബിഇൽമിഹി വഖുദ്റതിഹി വജബറൂതിഹി വഖഹ്രിഹി. അല്ലാഹുവിന്റെ ഇൽമു കൊണ്ട് ഖുദ്റത്ത് കൊണ്ട് അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. പക്ഷേ റബ്ബിന്റെ ദാത്തുൽ അലിയ എന്ന് പറയുന്ന ദാത്ത് ഫീ ലാ മകാൻ, സ്ഥലമില്ലാത്തത് എന്ന് പറയുന്ന ഒരിടമുണ്ടെങ്കിൽ അവിടെയാണ് അല്ലാഹു. ഇങ്ങനെ പറയാൻ പാടുള്ളൂ. അല്ലാഹ് ഭൂമിയിൽ ആകാശത്ത് പറയാൻ പാടില്ല. അള്ളാഹിന്റെ വീടാണ് മസ്ജിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് അവിടെ ഉണ്ട് എന്നാണ് അതിനർത്ഥം. അല്ല, മസ്ജിദ് എന്ന് പറഞ്ഞാൽ മകാനുൻ വുഖിഫ ലിഇബാദത്തില്ലാഹി വഹദഹ, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലം. അത്രേ ഉള്ളൂ. അള്ളാഹ് അവിടെ ഉണ്ട് എന്നർത്ഥമുണ്ടോ? പറയാം. അള്ളാഹ് കഅബന്റെ ഉള്ളിലുണ്ടെന്ന് പറയാൻ പാടുണ്ടോ? അള്ളാഹു സ്ഥലകാലങ്ങൾക്ക് അതീതനാണ്. അള്ളാഹ് ഈസ് ട്രാൻസെൻഡന്റ് ഫ്രം ടൈം ആൻഡ് സ്പേസ്. സ്പേസ് ഈസ് ക്രിയേറ്റഡ് ആൻഡ് അള്ളാഹ് ഈസ് ദ ക്രിയേറ്റർ. അള്ളാഹു സൃഷ്ടിച്ചവനാണ്. Allah was there even before he created the space, and Allah would be there even if Allah destroys this world. Then where is Allah? Allah is where he is even before he created the worlds. അതാണ് അതിന്റെ ആശയം. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന്റെ മുമ്പ് അല്ലാഹു എവിടെയായിരുന്നോ അവിടെ പടച്ചോൻ ഇപ്പോഴും എന്ന് പറഞ്ഞ റബ്ബിന്റെ സൃഷ്ടികളിലേക്ക് ആകാശത്തു നിന്നോ ഭൂമിയിൽ നിന്നോ പള്ളിയിൽ നിന്നോ ഇതൊന്നും അല്ലാഹുവിനെ പറ്റി പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നത് അഫഅമിൻതും മൻ ഫിസ് സമാ ആയത്തില്ലേ എന്ന് ചോദിക്കും. അതെ, എന്താ അതിനർത്ഥം? അഫഅമിൻതും മൻ ഫിസ് സമാഇ ഖുദ്റതുഹു വജബറൂതുഹു വഇൽമുഹു വതഖ്ദീറുഹു വതദ്ബീറുഹു. ആകാശ ലോകങ്ങൾ എന്ന് പറയുന്നത് പോലും ഉന്നതങ്ങൾ എന്ന അർത്ഥത്തിലാണ്. ആകാശത്ത് നിന്നല്ല, മേലോട്ട് നോക്കിയാൽ കാണുന്ന സ്ഥലമല്ല. ഉന്നതം, മഹോന്നതം. അത് സ്ഥലത്തെക്കുറിച്ചല്ല, സ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ആരുടെ അധികാരമാണോ ആകാശലോകത്തുള്ളത് ആ റബ്ബ്. ആകാശലോകം എന്നും പറയാൻ പറ്റില്ല, സോറി. ആരുടെ അധികാരമാണോ ഉന്നതങ്ങളിലുള്ളത് അള്ളാഹുവിന്. മനുഷ്യന്റെ പ്രകൃതം അങ്ങനെയാണ്. ദ്വാരക്കുമ്പോ മേലോട്ടാണ് നമ്മൾ കൈയുയർത്തുക. അതിന്റെ അർത്ഥം അള്ളാഹ് മേലോട്ടാണ് എന്നല്ല. അതും ചിലർ ദുർവ്യാഖ്യാനം ചെയ്യും. അതൊക്കെ മുജസ്സിമത്തിന്റെ വാദമാണ്. അള്ളാഹ്ക്ക് ശരീരമുണ്ടെന്നും അള്ളാഹു ഒരു മഖാനിലേക്കും ഒരു ഹൈസിലേക്കും ആവശ്യമുള്ളവനാണെന്നും പറഞ്ഞ മുഅ്തസിലികൾ അടക്കമുള്ള മുജസ്സിമയുടെ വാദമാണ് നമ്മുടെ കേരളത്തിലേക്ക് പച്ചമലയാളത്തിൽ ചിലർ ആളുകൾ വയലു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില ആളുകളുടെ മതപ്രഭാഷണം അതാ പടച്ചോൻ ആകാശത്താണ്. ഇത് നമ്മുടെ അഖീദക്കെതിരാണ്.
നമ്മുടെ റസൂൽ ആരാണെന്നും നമ്മുടെ റബ്ബാരാണെന്നും മനസ്സിലാവാതെ എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, നമ്മുടെ അല്ലാഹു ആരാണ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് മനസ്സിലാക്കേണ്ട സദസ്സുകളാണ് പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ സദസ്സുകൾ. ഞാൻ അവസാനം ഞാൻ വലിയൊരു വിഷയം പറയണമെന്ന് വിചാരിച്ചു. ഇൻഷാ അല്ലാഹ് നാളെ ഇപ്പോൾ മുസ്തഫ വരുന്നുണ്ടല്ലേ? നാളെ അപ്പോൾ ഇതൊന്ന് സമയം വൈകി, എനിക്കൊരു നമുക്ക് ദുആ കൂടെ കഴിയുമ്പോഴേക്കും 12 മണി ആവും. സ്ട്രോക്ക് വന്നതാ, നരമ്പൂട്ടി. അള്ളാഹു ഷിഫയാക്കട്ടെ. നമ്മുടെ മോളെ ഭർത്താവിനല്ലേ അള്ളാഹു ഷിഫയാക്കട്ടെ. നാമീം പറയും അള്ളാഹുവിൻ്റെ മോളെ ഭർത്താവിന് അള്ളാഹു ഷിഫയാക്കട്ടെ. അള്ളാഹു മഷ്ഫിഹി യാ റബ്ബ്, അള്ളാഹു ഷിഫയാക്കട്ടെ, അള്ളാഹു ഷിഫയാക്കട്ടെ, അള്ളാഹു ഷിഫയാക്കട്ടെ. ഷിഫയാവും ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഷിഫയാക്കട്ടെ, അള്ളാഹു ഷിഫയാക്കട്ടെ. എൻ്റെ ഒരു അയൽവാസിയുണ്ട്, ഞങ്ങളുടെ മളിവിത്ത എന്നൊക്കെ പറയുന്ന, അവരും ഒരു ചികിത്സയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആ സഹോദരിക്കും അള്ളാഹു ഷിഫ നൽകട്ടെ, അള്ളാഹു ഷിഫ നൽകട്ടെ. ഞങ്ങൾ ഇന്ന് വരുമ്പോൾ വടകരയിൽ ഒരു പ്രായമായൊരു ഒരു മനുഷ്യനെ അവരുടെ ആശുപത്രിയിൽ കിടക്കയിൽ ICUവിൽ പോയി കണ്ട്, ICU അല്ല വാർഡിലേക്ക് മാറ്റിയിരുന്നു. അവരുടെ പേരെന്തായിരുന്നു? എൻ്റെ സുഹൃത്ത് നമ്മുടെ ഫിർദൗസിൻ്റെ എളാപ്പയോ നമ്മുടെ കുഹുഷ ഇസ്മായിൽ ഖാൻ്റെ കാർന്നൂർ, അവർ പേരെന്താ? മമ്മൂക്കെ, നമ്മുടെ റാഷിൻ്റെ, ദുബൈയിലെ റാഷിൻ്റെ ഉപ്പ മമ്മു ഹാജി. അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. നമ്മൾ ദുആക്കെ ചെയ്ത് ഒരു റുഖയൊക്കെ ചെയ്ത് പോകുന്നതായിരുന്നു. അദ്ദേഹം വളരെ അവശ നിലയിലാണ്. ഡോക്ടർമാർ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞിട്ട് അവരൊരു ഹോസ്പിറ്റലിൽ നിർത്തിയതായിരുന്നു. അദ്ദേഹം ഇന്ന് ഞങ്ങൾ കണ്ടു, ബോധമില്ലാണ്ട് കിടക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങൾ മഗ്‌രിബായപ്പോഴേക്കും ഒരു വഫാത്തായി എന്നുള്ള വിവരം അറിയാൻ കഴിഞ്ഞു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹുയുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. നമ്മൾ ഗൾഫിലൊക്കെ നമ്മുടെ എല്ലാ സംരംഭങ്ങൾക്കും അകമഴിഞ്ഞ് സഹായിക്കുന്ന നമ്മുടെ ചില പ്രവർത്തകർ അവരുടെ ബന്ധുക്കളാണ്. നമ്മുടെ മസ്കറ്റിലെ ഫിർദൗസിൻ്റെ പാറക്കടവിലെ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത്, അതുപോലെ തന്നെ കുഹുഷ ഇസ്മായിൽ ഖാ, റാഷിദ്, അങ്ങനെ നമ്മുടെ ജാതിയേരി ഭാഗത്തുള്ള ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുണ്ട്. അവരൊക്കെ ഈ മമ്മു ഹാജിയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അവരൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യുന്നവർ, ദീനിനും സമൂഹത്തിനും സയ്യിദന്മാർക്കും ഉസ്താദുമാർക്കൊക്കെ അള്ളാഹുവിൻ്റെയൊക്കെ കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകട്ടെ. മരണപ്പെട്ടു പോയ അവരുടെ ആ ബന്ധുവിന് മമ്മു ഹാജിക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. നമ്മുടെ ഇവിടെ ഹിഫ്ളുൽ ഖുർആൻ നടക്കുന്നുണ്ട്. അതിലേക്ക് 50 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇവിടെ സാമ്പത്തിക പ്രയാസമൊക്കെ ഉണ്ട്. 50 കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരുപാട് എക്സ്പെൻസുകളുണ്ടല്ലോ. ഒരു കുട്ടിക്ക് ഒരു വർഷത്തേക്ക് 25,000 രൂപയാണ്. അപ്പോൾ അത് ചെയ്യാൻ കഴിയുന്ന ആളുകൾ, ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകൾ ദയവ് ചെയ്ത് ഇവിടെ നിങ്ങൾ വിളിച്ചു പറയണമെന്നൊന്നും ഞാൻ പറയല്ല. 50 ആൾക്കതിന് ചാൻസ് ഉണ്ട്. 50 കഴിഞ്ഞാൽ 51ാമത്തെ ആൾ വന്നിട്ട് കാര്യമില്ല. 50 കുട്ടികൾക്കേ നമുക്ക് വേണ്ടൂ. അപ്പം അതിന് പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ഏറ്റെടുക്കണം. നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് കൈപൊക്കിച്ച് നിങ്ങളെങ്ങനെ മേപ്പോട്ട് കൊണ്ടുവന്നാൽ നിങ്ങളിപ്പോൾ പറഞ്ഞെന്ന് വരും. പക്ഷെ നിങ്ങൾക്ക് അള്ളാൻ്റെ അടുത്ത് കൂലിയപ്പോൾ കിട്ടാൻ സാധ്യത കുറവായിരിക്കും. പൈസ ഇട്ടു നമുക്ക്, പക്ഷേ നമുക്ക് തന്നെ ഒരു പൊങ്ങച്ചം തോന്നും. അള്ളാ ഞാനിപ്പോൾ കൊടുത്തല്ലാതെ അറിഞ്ഞില്ലേ, ആ സുഖം വന്നാൽ തന്നെ പോകും. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തല്ലേ. ഇപ്പം നിങ്ങളെ സ്ഥാനതുകൊണ്ട് കൂടെ കുറേ ഒക്കെ അള്ളാഹു ചെയ്യുന്ന പണിയാണ്. നമ്മളൊരു സദസ്സിൽ വെച്ചുകൊണ്ട് അത് ചെയ്യുമ്പോൾ ചിലതൊക്കെ ഖൈറാണ്. സമയമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലൊക്കെ നിങ്ങൾക്ക് മനസ്സിലൊരു തോന്നലൊന്നും വരൂലെങ്കിൽ കൈപൊക്കിയിട്ട് പറയാം, ഞാൻ ചെയ്തോളാം. അതല്ല എൻ്റെ പേരൊക്കെ നട വിളിച്ചു പറയുന്നൊരു സുഖം, ആ സുഖത്തിന് വേണ്ടി ചെയ്താൽ പോയി പൈസ ഇട്ടും നമുക്ക്, പക്ഷേ ചെയ്ത ആൾക്ക് കൂലി കിട്ടൂല. കൂലി നഷ്ടപ്പെടുത്തരുത്. കൂലി നഷ്ടപ്പെടുന്ന ഒരു പണിയും ചെയ്യണ്ട. അള്ളാഹിൻ്റെ അടുത്ത് പോയാൽ വല്ലതും കിട്ടണം. അതുകൊണ്ട് ഈ ഇൽമ പഠിക്കുന്ന ഖുർആൻ മനപ്പാട്, അള്ളാഹിൻ്റെ ഖുർആൻ, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ട. എന്താണ് ഈ ഖുർആൻ്റെ അത്ഭുതം എന്ന് പറയുക, എന്താണ് ഈ ഖുർആൻ്റെ ഇജാസുകൾ, അള്ളാഹിൻ്റെ കലാമല്ലേ, എന്താണ് ഇതിൻ്റെയൊക്കെ അത്ഭുതം എന്നാ. ആ അത്ഭുതങ്ങളുടെ കലവറയൊക്കെ നമ്മളൊന്ന് ചെപ്പി തുറന്നാൽ നമ്മൾ ഖുർആൻ മുസഹഫിന്ന് തലെടുക്കൂല. അതാണ് അള്ളാഹുവിൻ്റെ കല. അത് നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല. ഹിഫ്ള് ചെയ്യുന്ന 50 മക്കൾ ഇവിടെ പഠിക്കുകയാണ് നമ്മുടെ ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ. അതുകൊണ്ട് ആ മക്കളുടെ ചെലവ് ഒരു കുട്ടിയെ ഞാൻ ഏറ്റെടുക്കാം. ആ കുട്ടി ഓതി ചൊല്ലി പഠിക്കുന്ന, മനഃപ്പാഠമാക്കുന്ന ആ കുട്ടി അത് ഏതൊക്കെ നിസ്കാരത്തിൽ ഓതുന്നുണ്ടോ, ആ കുട്ടി ആർക്കൊക്കെ അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ, ആ കുട്ടിയിൽ നിന്ന് ആരൊക്കെ അത് പഠിക്കുന്നുണ്ടോ, ഇതിൻ്റെ ഒക്കെ കൂലി നിങ്ങൾക്ക് കിട്ടും. ബമ്പർ ഓഫറാണ്. 25,000 റുപ്യ കൊല്ലം കൊടുക്കാൻ പറ്റുന്നവർ, നമ്മൾ ഒരു വീട്ടിൽ ചെറിയൊരു കാര്യത്തിന് പോലും എത്ര പൈസ ചിലവാക്കും. അപ്പോൾ നമ്മുടെ ഹിഫ്ളുൽ ഖുർആന് വേണ്ടി നിങ്ങൾ, നമ്മൾ ഓഫീസ് എവിടെയാണ്? ഇവിടുത്തെ പള്ളി തന്നെയാണ് കൊടുക്കൽ? പള്ളിയിലാണ് ഏൽപ്പിക്കേണ്ടത്?
കമ്മിറ്റി ഓഫീസ് നമ്മുടെ മക്കാമിൻ്റെ അടുത്തുണ്ട്. ഹിഫ്ദുൽ ഖുർആൻ്റെ ഓഫീസ് ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇന്നോ നാളെയോ ഇപ്പോഴോ പെട്ടെന്ന് ചെയ്യണം. നാളെ എത്തിയ ഇവിടുന്ന് പോയാൽ ചിലപ്പോൾ മനസ്സ് ഇബിലീസ് തട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് പെട്ടെന്നൊരു നിയ്യത്ത് ചെയ്തേക്ക്, ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു കുട്ടിയെ ഞാൻ ഏറ്റെടുക്കുകയാണ്, അങ്ങനെ മനസ്സിലൊന്ന് നിയ്യത്ത് ചെയ്ത്. നിങ്ങൾ വിളിച്ചു പറയൊന്നും വേണ്ട, നിങ്ങൾ നിയ്യത്ത് ചെയ്യുക, അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാതെ. ഞാൻ അങ്ങനെ പറയുള്ളൂ. നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തോളി. കമ്മിറ്റിയിൽ നിങ്ങൾ തന്നെ പോയിട്ട് മനുഷ്യന്മാരെ കാണാൻ ചെയ്യുന്നും വേണ്ട, നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് ആ പൈസ ഏൽപ്പിക്കുക, അള്ളാഹിനോട് സ്വീകരിക്കാൻ വേണ്ടി പറയാം. നമ്മൾ ചെയ്യുന്ന സ്വതക്ക, നിസ്കാരം സ്വീകരിച്ചല്ലേ എന്നറിയില്ല, സ്വതക്ക കൊടുക്കുന്ന നേരത്തെ നിയ്യത്ത്, ഞാനിത് കൊടുക്കുന്നത് റബ്ബേ നിൻ്റെ കലാം പഠിക്കാൻ വേണ്ടി ഒരു മുത്തഅല്ലിമിന് കൊടുക്കുക. എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല, എനിക്ക് ഓതാനും അറിയില്ല, പക്ഷെ നിൻ്റെ കലാം ഓതുന്ന മക്കളുടെ കൂലി എനിക്ക് കിട്ടുമല്ലോ, നിൻ്റെ കലാമിന് ഞാൻ ചെയ്യുന്ന ഖിദ്മത്താണ് റബ്ബേ, നീ സ്വീകരിക്കണേ, ബിസ്മില്ല ആണ് കൊടുത്തു പോരി. പിന്നെ നിങ്ങളെ നോട്ടീസ് ബോർഡിൽ പേര് വന്നുകൊണ്ട് അതൊന്നും നോക്കാൻ നിൽക്കരുതേ. ആ നീയത്ത് നന്നായാൽ സ്വതക്ക വേഗം സ്വീകരിക്കപ്പെടും. നിസ്കാരം സ്വീകരിച്ചോ എന്ന് അവിടെ ചെന്നാലേ അറിയുള്ളൂ, ഹജ്ജ് സ്വീകരിച്ചോ എന്ന് അവിടെ എത്തിയാലേ അറിയുള്ളൂ, നോമ്പ് സ്വീകരിച്ചോ എന്ന് അവിടെ എത്തിയാലേ അറിയുള്ളൂ. സ്വതക്ക നീയത്ത് നന്നായിട്ട് നിങ്ങൾ കൊടുത്തോ ഉടനെ സ്വീകരിക്കപ്പെടുന്ന, അത് ഗ്യാരണ്ടിയാണ്. അങ്ങനത്തെ ഒരു ഇബാദത്താണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കപ്പെടാൻ, നമുക്ക് വല്ല മുസീബത്തും വരാതിരിക്കാൻ, നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾക്കോ വലിയവർക്കോ വല്ല അസുഖം ഉണ്ടെങ്കിൽ അത് ശിഫ കിട്ടാൻ, അങ്ങനെയൊക്കെ നിങ്ങൾ നിയ്യത്ത് ചെയ്തോളൂ. ആ സ്വതക്കയുടെ കൂലി മരിച്ചടക്കുന്ന ഉമ്മാനെയും വാപ്പാനെയും ഖബറിലേക്ക് കിട്ടാൻ, അങ്ങനെയൊക്കെ നിയ്യത്ത് ചെയ്യാം. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങൾ ഏറ്റെടുക്കൂലേ? പാലോട്ട് പള്ളിയിൽ ഹിഫ്ദുൽ ഖുർആൻ 50 കുട്ടികളെ ഏറ്റെടുക്കാൻ ഇവിടെ ആളില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്തൊല്ലം വരൂലേ? ഞാൻ എന്തായാലും നാളെ മറ്റന്നാൾ ഇവിടെ ചോദിക്കും എന്തായിക്കണെന്ന്. ഇൻഷാ അല്ലാഹ് മഅറൂഫാജി അല്ല, ഒരു 50 കുട്ടികളെ ഏറ്റെടുക്കാൻ കഴിയുന്ന ആൾക്കാരല്ലേ ഇവിടെ ഉള്ളൂ? ഖത്തറിൽ നിന്ന് ഒരാൾ ഏറ്റെടുത്തു. മാഷാ അല്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ, ബാറക്കല്ലാഹ്. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ഇൻഷാ അല്ലാഹ് ഞാൻ ചോദിക്കും, ഇത് കരാറാണേ, നമ്മൾ തമ്മിലുള്ള കരാറാണേ, അടുത്തൊല്ലം വരണമെന്ന് എന്നോട് പറഞ്ഞേക്കണേ. ഇവിടെ കാര്യം പറഞ്ഞിട്ട് നടക്കെങ്കിലല്ലേ വന്നിട്ട് കാര്യമുള്ളൂ. അപ്പം നിങ്ങളത് ഏറ്റെടുക്കണം. ഒരു കുട്ടി പോലും ലെഫ്റ്റ് ഔട്ട് ആവരുത്. 30 ആളെ കിട്ടി, ഇനി 20 കുട്ടിക്കുള്ള പൈസ ഇല്ലാണ്ട് കഷ്ടപ്പെടുകയാണെന്ന് പറയരുത്. ഓരോ വീട്ടുകാരും ഒന്ന് തീരുമാനിച്ച 2-3 ആളുകൾ കൂടി ഒരു 25,000, ഒരു കൊല്ലത്തേക്കായി പറയുന്നത്, ഒരു കൊല്ലത്തേക്ക് 25,000 നിങ്ങൾ ഏറ്റെടുക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. കമ്മിറ്റിക്കാരോട് പറയാം, 50 കുട്ടികൾ പൂർത്തിയായാൽ നിങ്ങളവിടെ നിർത്തണം. ഇപ്പം സംഭവിക്കൽ എന്താ അറിയോ? നമ്മളെ കോളേജിൽ അറബി മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്നുണ്ട്. ഒരു കുട്ടിയെ ഏറ്റെടുക്കാൻ ഇത്രയാണ് ചാർജ്, 1,00,000 റുപ്യാണ്. ഇത് പറയാൻ തുടങ്ങിയിട്ട് 10-30 കൊല്ലായിക്കണ്. അന്ന് ഈ 200 കുട്ടികളെ ഏറ്റെടുക്കുന്ന പരിപാടി കഴിഞ്ഞു പോയതാ. ഇപ്പോഴും പറയും ആ 200 കുട്ടിക്ക് ചിലവ് വേണമെന്ന്. അത് വഞ്ചനയാണ്. അതില്ലാത്ത എത്ര സ്ഥാപനങ്ങൾ അവർക്ക് കൊടുക്കുകയും ഈ ഉള്ള കുട്ടികളെ പേര് തന്നെ വീണ്ടും വാങ്ങാൻ കൊടുക്കണമെന്ന് അറിയോ? ഈ കുട്ടീനെ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് 10 കുട്ടികളെ ഏറ്റെടുക്കാൻ പറയും. ഈ 10 കുട്ടികളെ ഏറ്റെടുത്ത് കഴിഞ്ഞ് പിന്നെയും പറയാം വരട്ടെ. അത് ചെയ്യാൻ പാടില്ല, അത് സമ്മതിക്കൂല. 10 ആണെങ്കിൽ അവിടെ നിർത്തണം. 10ാമത്തെ കുട്ടിയെയും ഏറ്റെടുത്ത് കഴിഞ്ഞ് പൈസ കിട്ടിയിട്ടുണ്ട് എങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. നമുക്ക് വേണ്ട, ഇനി വേറെ ഒരു സ്ഥാപനത്തിൽ കൊടുത്തോളൂ. ദീനീ സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞ് പിരിക്കുന്നവരെ ശ്രദ്ധിക്കണം. കുട്ടികളെ ഏറ്റെടുക്കുക. കുട്ടികളെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാലും പറയും കുട്ടികളെ ഏറ്റെടുക്കണം, എന്നിട്ട് പിരിച്ചടക്കുക. അങ്ങനെ ചെയ്യാം. അതൊക്കെ വഞ്ചനയാണ്. അതൊക്കെ അതുകൊണ്ട് ദീന് കൊണ്ടുള്ള കച്ചവടമാണ്. അതൊന്നും ഒരു നിലക്കും പൊറപ്പിക്കാൻ പറ്റൂല. വരുമാനം ഇല്ലേ? ഇപ്പോൾ ഒരു കൊല്ലത്തേക്ക് ഒരു കൊല്ലം കിട്ടി, അടുത്ത കൊല്ലത്ത് കിട്ടിയിട്ടില്ല, ചിലപ്പോൾ വേണ്ടി വരും. എന്നുവെച്ചാൽ ഇത്രയും വരുമാനങ്ങളായി കഴിഞ്ഞാൽ വീണ്ടും പിരിക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ പേരും പറഞ്ഞ് അങ്ങനെ ആവരുത്. അതൊക്കെ ചൂഷണമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു വിജയിപ്പിക്കട്ടെ, അള്ളാഹു ഖൈറാക്കി തരട്ടെ. സമയമായി. ഞാൻ പറയാൻ വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ആ തുടക്കത്തിൽ കുറച്ച് മുഖദ്ദിമയിൽ അങ്ങ് പറഞ്ഞു, കുറച്ച് സമയം ആയിപ്പോയി. എന്നാൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചില കാര്യങ്ങൾ, സംശയങ്ങൾ നിവാരണം ചെയ്യപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുകയാണ്. അതിൽ അള്ളാഹു നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരട്ടെ. അള്ളാഹു നമ്മൾ പറഞ്ഞ ഇൽമ കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തി തരട്ടെ. അത് നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ, നമുക്ക് വേദ പറഞ്ഞ ഉസ്താദുമാർ, നമ്മുടെ മദ്രസ പഠിപ്പിച്ച ഉസ്താദുമാർ, നമ്മുടെ ദർസിൽ വന്നുപോയ ഉസ്താദുമാർ, നമ്മുടെ നാട്ടിൽ ഉറുദി പറയാമെന്ന മുതഅല്ലിമീങ്ങൾ, ഇവരുടെയൊക്കെ വായിൽ നിന്ന് കേട്ട ഇൽമുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അള്ളാഹു അവർക്കൊക്കെ അതിൻ്റെ മിഥിലു സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹു എല്ലാ രോഗികൾക്കും അള്ളാഹു ശിഫ നൽകട്ടെ. നമ്മൾ മരിച്ചുപോയവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബിൻ്റെ പിന്നെ ഇൻഷാ അല്ലാഹ് ഈ ഒരു വിഷയം, അതുമായി ബന്ധപ്പെട്ട വിഷയം ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന വെള്ളിയാഴ്ച എനിക്ക് ഒരു പരിപാടി, നമ്മുടെ ദുബൈ KMCCയുടെ റബീഉൽ അവ്വലിൻ്റെ പ്രോഗ്രാമാണ് അടുത്ത വെള്ളിയാഴ്ച, 5-ാം തീയതിയിൽ, അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് അല്ലേ, അടുത്ത. അപ്പോൾ ഞാൻ ഈ ബാക്കി അവിടെ പറയും. നിങ്ങൾ ലൈവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോളൂ, ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയും കിട്ടിക്കോളൂ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. സഡൻ ബ്രേക്ക് ഇട്ടതാണ്, നമ്മുടെ വിഷയം അങ്ങോട്ട് എത്തിയില്ല. ഇൻഷാ അല്ലാഹ് ഹബീബിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടതും ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെയും അവരുടെ ഉപ്പയായ അബ്ദുള്ള തങ്ങളുടെയും
നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടില്ലാത്ത ചില ചരിത്രങ്ങളും സംഭവം